നമ്മള് പിന്നെ 2-3 മോഡൽസ്, ഓബ്ജക്റ്റ് മോഡല്, അതുപോലെ ഡൈനാമിക് മോഡല്, ഫങ്ഷണൽ മോഡൽ. ഈ ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറഞ്ഞാല് ക്ലാസസ് ആൻഡ് മെസ്സേജസ്. ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയുമ്പോൾ ക്ലാസസും മെസ്സേജസും. ഡൈനാമിക് മോഡൽ എന്ന് പറയുമ്പോൾ കൺട്രോൾ, അതായത് ഈവൻസും. ഫങ്ഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ DFD, ഡേറ്റ ഫ്ലോ ഡയഗ്രാം. ഇതാണ് വരുന്നത്. അപ്പൊ 3 മോഡൽസ് നമ്മൾ കണ്ടു. ഒബ്ജക്റ്റ് മോഡലുണ്ട്, ഡൈനാമിക് മോഡലുണ്ട്, ഫങ്ഷണൽ മോഡൽ. ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഉണ്ട് പ്ലസ് മെസ്സേജസ് ഉണ്ട്. ഡൈനാമിക് മോഡൽ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഉണ്ട്, ഈവൻസ്. ഫങ്ഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ DFDs ഉണ്ട്, ഡേറ്റ ഫ്ലോ. ഈ 3 മോഡൽ കണ്ടു. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കണ്ട കുറെ ഡയഗ്രാംസും കുറച്ച് ഇതുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ഡീകമ്പോസ് ചെയ്യും, സിസ്റ്റത്തിനെ ഡീകമ്പോസ് ചെയ്തിട്ട് we have identified threats, exceptions and hierarchy. Then we have converted all those classes, analytic classes, to what is called the executional units. അപ്പം അങ്ങനെ സ്റ്റേറ്റ് ഇതില് ഡീകമ്പോസ് ചെയ്ത് അനാലിറ്റിക് ക്ലാസ്സസിനെ വർക്കബിൾ കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നു. ഫസ്റ്റ് ഡീകമ്പോസ് ചെയ്തു, എന്നിട്ട് ആ ക്ലാസ്സസിൽ വി ഹാവ് ഇംപ്ലിമെന്റഡ് ഇൻഹെറിറ്റൻസ് ഇൻ ഇറ്റ്സ് ഫുൾ കപ്പാസിറ്റി. അടുത്തതില് ഇതിപ്പോ കണ്ടത് പിന്നത്തേതില് സ്റ്റേറ്റ് ഡയഗ്രാം. Then again we have converted states to classes and then further implemented classes. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊളാബറേഷൻ ഡയഗ്രാമിൽ നിന്ന് we select objects and go for further implementation. പിന്നെ we will look into database connectivity. അപ്പൊ ഇത്ര ഐറ്റംസ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ സിലബസിന്റെ ഇത് കഴിയും. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ we have seen several models, one object, object model. First one is called object model, that contains object plus messages. Object plus messages. അത് കഴിഞ്ഞ് then we have looked into dynamic model. Where we studied different types of events and how these events are controlling our system. Then we looked into DFD diagrams. In DFD diagrams, there is data flow and there are a number of symbols representing that data flow. ഇങ്ങനെ 3 മോഡൽ, ഒബ്ജക്ട് മോഡലിംഗ്, ഡൈനാമിക് മോഡലിംഗ്, DFD മോഡലിംഗ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മള് സിസ്റ്റത്തിനെ കുറെ കഴിഞ്ഞ്, അതായത് സ്ട്രക്ചറൽ ഡയഗ്രാം, ഒബ്ജക്ട് ഡയഗ്രാം ഒക്കെ വരച്ചു കഴിഞ്ഞ് സിസ്റ്റത്തിനെ ഡീകമ്പോസ് ചെയ്യും. ശരിക്കും അതിനാണ് ഇവിടെ സിസ്റ്റം ഡിസൈൻ. സിസ്റ്റത്തിനെ ഡീകമ്പോസ് ചെയ്തിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റാറ്റിക് സിസ്റ്റത്തിനെ ഡീകമ്പോസ് ചെയ്തിട്ട് ഐഡന്റിഫൈ threats, exceptions and inheritance. ഇത്രയും കാര്യങ്ങളെ ഐഡന്റിഫൈ ചെയ്തു. Then as an advanced technique, we further implemented inheritance in its full form. അതും കഴിഞ്ഞ് സ്റ്റേറ്റ് ഡയഗ്രാം. സ്റ്റേറ്റ് ഡയഗ്രാം നോക്കിയിട്ട് we have converted states into classes. Converted states into classes. Then again
we have further implemented these classes, giving various functionalities of inheritance, thread exception, abstract class, and so on. അപ്പം സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചു, ക്ലാസ്സുകളെ ഫർദർ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞ് ടുഡേ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് കൊളാബറേഷൻ. കൊളാബറേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഈച്ച് ഒബ്ജക്റ്റ് ഇൻ ദാറ്റ് ഡയഗ്രാം shows state of an object at a particular time. Collaboration. മറ്റേ ആക്ടിവിറ്റി ഡയഗ്രാമില് സീക്വൻസ് കാണിക്കാം, ഒരു സീക്വൻസ് ഡയഗ്രാം ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ കൊളാബറേഷനിൽ അങ്ങനെയല്ല. അതായത് ഇത് ആക്ടിവിറ്റി ഡയഗ്രാം തന്നെ, സീക്വൻസും കൊളാബറേഷൻ. സീക്വൻസിൽ സീക്വൻസ് ആയിട്ട് കാണിക്കും, കൊളാബറേഷൻ അറ്റേ സ്റ്റേറ്റിൽ ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണെന്ന് കാണിക്കും. അപ്പൊ ഈ കൊളാബറേഷൻ ഡയഗ്രാമിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫർദർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ക്ലാസ്സസ് എങ്ങനെ, വി ഹാവ് ടു ഐഡന്റിഫൈ ഒബ്ജക്ട്, മെസ്സേജ്, ത്രെഡ് എക്സെപ്ഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യും. പിന്നെ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ യൂണിറ്റ്, ആ 2 യൂണിറ്റും കൊണ്ടാണ് നമ്മൾ എത്തിയിരുന്നത്. ഇതിൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, DBMS. DBMS എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഒരു സാധാരണ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷണൽ ഡേറ്റാബേസ് എടുത്ത് ചെയ്യാൻ. ഇവിടെ നമ്മൾ ഒരു മിഡിൽ ലെയർ ആയിട്ട്, ഒരു മിഡിൽ ലെയർ ബിസിനസ് ലോജിക്കും ഫ്രണ്ട് എൻഡ് യൂസർ എൻഡും ബാക്ക് എൻഡ് ഡേറ്റാബേസ്. അപ്പൊ ഈ ഡേറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ദ മിഡിൽ ലെയർ വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് ഒരു ഡേറ്റ ലെയർ. ആ ഡേറ്റ ലെയർ എന്ന് പറഞ്ഞാൽ ഡേറ്റ അല്ല, ശരിക്കും പറഞ്ഞാൽ ആ ഡേറ്റ ലെയർ ഡേറ്റാബേസുമായിട്ട് ചെയ്യേണ്ട ഇതാണ്. അതായത് SQL അതുപോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അതിനകത്ത് നിറച്ചു. അപ്പൊ SQL പോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ട് ആ ഡേറ്റയെ നമ്മൾ റിട്രൈവ് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത് മൂന്ന് കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിരിക്കുക. അതായത് we will look into 3-tier architecture. Specifically, you will look into how this 3-tier architecture is implemented in Java using JDBC, Java Database Connectivity. ഇതാണ് നമ്മൾ അവിടെ ഇത് ചെയ്യാൻ പോകുന്നത്. JDBC എന്ന് പറയുന്നത് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യുന്നത് നമ്മൾ നോക്കും. അപ്പം ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡേറ്റയാണ് യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡേറ്റ എന്ന് പറയുന്നത് അവിടെ ഡേറ്റാബേസ് ഇൻ ഇറ്റ്സെൽഫ് ഈസ് ഓർഗനൈസ്ഡ് ഇൻടു ക്ലാസസ്. അപ്പൊ എങ്ങനെ ഹൗ ടു ഓർഗനൈസ് ദോസ് ഡേറ്റാബേസ് ഇൻടു ക്ലാസസ്, അതാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. ഡേറ്റാബേസിനെ ക്ലാസ് ആക്കി മാറ്റുന്നതും ആ ക്ലാസ്സുകൾക്ക് ഹൗ ടു ഇംപ്ലിമെന്റ് ഇൻഹെറിറ്റൻസ്. ഓൾസോ how to create a table from an object. Important. How to create a table from an object. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് how to create a table. അപ്പം അതുപോലെ പോരാഞ്ഞ് അവിടെയും ബൈ ഡയറക്ഷണൽ, അതുപോലെ തന്നെ 2 ഡയറക്ഷൻ, ബൈ ഡയറക്ഷൻ ഉണ്ട്, യൂണി ഡയറക്ഷനിലുണ്ട്, 1 to many ഉണ്ട്, 1 to 1 ഉണ്ട്, ഓപ്ഷനിലില്ല, 1 to 1 ഉണ്ട്. ഇങ്ങനത്തെ എല്ലാ കണക്ഷൻസും അവിടെ വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് there are some techniques object oriented programming platform uses. അതെങ്ങനെയെന്ന് കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഓവറോൾ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എടുക്കുമ്പോൾ ഒന്നാലോചിക്കുക, ഒബ്ജക്ട് മോഡലിനെ പറ്റി ഐഡിയ, ഒബ്ജക്ട് പ്ലസ് ക്ലാസ്. അത് കഴിഞ്ഞ് ഡൈനാമിക് മോഡലിനെ പറ്റി, അതായത് ഈവൻസിനെ പറ്റി, ഈവൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവും. ഫങ്ഷണൽ മോഡൽ, എങ്ങനെ DFD ഡേറ്റ ഫ്ലോ ഡയഗ്രാം, ഡേറ്റ ഫ്ലോ വരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാകും. ദെൻ നമുക്ക് എങ്ങനെ സിസ്റ്റം ഡീകമ്പോസ് ചെയ്യുന്നു, സിസ്റ്റം ഡീകമ്പോസ് ചെയ്തിട്ട് ഹൗ ദ ഡെവലപ്പർ ഐഡന്റിഫൈസ് ത്രെഡ് എക്സെപ്ഷൻ, കണക്ഷൻ, അബ്സ്ട്രാക്ട് ക്ലാസ് എക്സെട്ര. പിന്നെ അത് how analytical classes are converted into executable ones.
എന്നുള്ളത് മനസ്സിലാവും. പിന്നെ സ്റ്റേറ്റ് ഡയഗ്രാം എടുത്തിട്ട് യു ഹാവ് ടു കൺവേർട്ട് ദോസ് സ്റ്റേറ്റ്സ് ഇൻടു ക്ലാസ്സസ്. ദെൻ ഫർദർ ഇംപ്ലിമെന്റ് ക്ലാസ്സസ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആഡിങ് എസെൻഷ്യൽ ഊപ്സ് ഫീച്ചേഴ്സ്. പിന്നെ നമ്മൾ കൊളാബറേഷൻ ഡയഗ്രാം എടുക്കുന്നു. കൊളാബറേഷൻ ഡയഗ്രാമിൽ നിന്ന് വി ആർ ഗോയിങ് ടു ഐഡന്റിഫൈ ക്ലാസ്സസ്, ഓബ്ജക്ട്സ്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ക്ലാസ്സസ്, അഡ്വാൻസ്ഡ്. പിന്നെ നമ്മൾ DBMS എന്നാണ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഹൗ ടു ഇംപ്ലിമെന്റ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഇൻ ആൻ ഒബ്ജക്ട് ഓറിയന്റഡ് വേ. Their tables are converted into objects. പിന്നെ ഇനി ഇൻസർട്ട് ചെയ്യുകയോ ചെയ്യേണ്ടത് യു ആർ ഗോയിങ് ടു ഇൻസർട്ട് ഡിലീറ്റ് മെത്തേഡ്സ് ടു ദാറ്റ് ഒബ്ജക്ട്സ്. അപ്പൊ അതൊരു ക്ലാസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം ഇംപ്ലിമെന്റേഷന്റെ ഒരു ഇന്നത്തെ ഇംപ്ലിമെന്റേഷന്റെ ഒരു നോക്കാം. ഇവിടെ ഈ ഒബ്ജക്റ്റ് എടുത്തിട്ട് ഇവിടെ ആദ്യം ചെയ്യുന്ന ഇംപ്ലിമെന്റേഷൻ. ഇപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഐഡന്റിഫൈ സ്കോപ്പ് ഓഫ് കൊളാബറേഷൻ ഡയഗ്രാം, ഐഡന്റിഫൈ സ്കോപ്പ് ഓഫ് യൂസിങ് യൂസ് കേസ്, അതുപോലെ തന്നെ പുട്ട് ദ ഒബ്ജക്ട്സ് വിച്ച് പ്ലേ പാർട്ട് ഇൻ കൊളാബറേഷൻ. ഈ ഒബ്ജക്റ്റ് ആസ് എ പ്രോപ്പർട്ടി ഓർ റിട്ടേൺസ് എ സ്റ്റേറ്റ് സീക്വൻസ്. ഇവിടെ കൊളാബറേഷൻ ഡയഗ്രാമില് ആക്ച്വലി നമ്മളിത് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ കൊളാബറേഷൻ ഡയഗ്രാമിൽ ആക്റ്റീവ്. അപ്പൊ ആക്റ്റീവ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ആ കൊളാബറേഷൻ ഡയഗ്രാം, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിൽക്കുന്ന കൊളാബറേഷൻ ഡയഗ്രാം, ആ കൊളാബറേഷൻ ഡയഗ്രാമിനെ ഒബ്ജക്റ്റിനെ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സീക്വൻസ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലിങ്ക്, അസോസിയേഷൻ, ലിങ്ക് ഞാൻ പറഞ്ഞല്ലോ, അസോസിയേഷൻ ഉണ്ട്, ഡിപ്പെൻഡൻസി ഉണ്ട്, അങ്ങനെ കുറെ 1 to 1 ഉണ്ട്, 1 to many ഉണ്ട്, അഗ്രിഗേഷൻ ഉണ്ട്, പിന്നെ ജനറലൈസേഷൻ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഓൾ ദീസ് തിങ്സ് ആർ ഇംപ്ലിമെന്റഡ് ഇൻ ദിസ് ഫേസ്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫേസ് ആണ്. ഓക്കെ, അപ്പം ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, ഒബ്ജക്റ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, അതിന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ടൈമിൽ ഒരു ഒബ്ജക്റ്റിനുള്ള വാല്യൂ ആണ് എക്സാക്ട്ലി വാട്ട് സ്റ്റേറ്റ് ഈസ്. ഇത് നോക്കുമ്പോഴേ ഒരു മെസ്സേജ് A ഗ്രേറ്റർ ദാൻ B ആണെങ്കിൽ ഒബ്ജക്റ്റ് ബിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സിയിലേക്ക് പോകും. ഇത് ഇങ്ങനെയൊരു കണ്ടീഷൻ കണ്ടു എന്ന് വിചാരിക്കുക. സപ്പോസ് യു ഹാവ് സീൻ സച്ച് എ പോർഷനിലെ കൊളാബറേഷൻ ഡയഗ്രാം. അപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കോഡാണ്. ഇത്രേ ഉള്ളൂ. If A ഗ്രേറ്റർ ദാൻ B, അതിന്റെ നൊട്ടേഷനൊക്കെ കുറച്ച് മാറ്റം കാണും. നിങ്ങളുടെ ബുക്കിൽ നോക്കാം, ഞാൻ സ്പീഡിൽ എഴുതിയാണ്. എൽസ് ഒന്നും ഇങ്ങനെ എഴുതാൻ പറ്റിയല്ല. എൽസ് ഒക്കെ സ്മോൾ ലെറ്റർ, സിൻടാക്സ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഐഡിയ മാത്രം നോക്കാം. If A ഗ്രേറ്റർ ദാൻ B, ഒബ്ജക്ട് B ഡോട്ട് മെസ്സേജ്, എൽസ് ഒബ്ജക്ട് B ഡോട്ട് C ഡോട്ട് മെസ്സേജ് ടു. അതാണ്. അതായത് ഇത് വെച്ചിട്ട് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് എയിൽ നിന്ന് കണ്ടീഷൻ കറക്റ്റ് ആണ്, ഒബ്ജക്ട് ബിയിലേക്ക് പോകും, എൽസ് ഒബ്ജക്ട് സിയിലേക്ക് പോകും. ഈ കോഡ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇവിടെ ഒരു ATM ഇതിന്റെ ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ കാണിച്ചിരിക്കുന്നത്, അപ്പൊ ഇവിടുത്തെ മെത്തേഡ്സിനെ യു ഹാവ് ടു ഐഡന്റിഫൈ. അതായത് ഇവിടെ കസ്റ്റമർ കൊടുക്കുന്നു, അവിടെ ഇൻസെർട്ട് കാർഡ് എന്നൊരു മെത്തേഡ് വരുന്നു. ഇതൊക്കെ പ്രോജക്റ്റ് അനുസരിച്ച് മാറാം. ഇൻസെർട്ട് കാർഡ് എന്ന് കൊടുക്കുന്നു, റീഡ് കാർഡ് കൊടുക്കുന്നു, അതുപോലെ തന്നെ പിന്ന് കൊടുക്കുന്നു, പ്രോംപ്റ്റ് പിന്ന്, പ്രോംപ്റ്റ് ഓപ്ഷന്, വെരിഫൈ പിന്ന്, വെരിഫൈ എമൗണ്ട്, ഇജക്ട് കാർഡ്, ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഇതിനോട് ഐഡന്റിഫൈ ചെയ്ത് വരും.
These methods you have to define. ഈ ഒബ്ജക്റ്റും ഇത് പോകുന്നതും എങ്ങോട്ട് പോകുന്നതുമായിട്ടുള്ള എല്ലാം കാണിക്കും. ബട്ട് ദ മെത്തേഡ്സ് യു ഹാവ് ടു define. ഏതൊക്കെ മെത്തേഡ് വേണം? ഈസ് ദർ എനി എക്സെപ്ഷൻ നീഡഡ് ഇൻ ദീസ് മെത്തേഡ്സ്? ഏതൊക്കെ മെത്തേഡ്സ് ആണ് സിങ്ക്രണൈസ് ചെയ്യുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇത് നോക്കിയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇതിന്റെ ഡയറക്ഷനും ഇതുമെല്ലാം തന്നി. ഇത് ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ഇതാണ്, മറ്റൊരു കൊളാബറേഷൻ ഡയഗ്രാമാണ്. ഈ കൊളാബറേഷൻ ഡയഗ്രാമിൽ ജസ്റ്റ് ആരോസ് മാത്രമായിട്ട് ഇങ്ങനെ കാണിക്കും. യു ഹാവ് ടു ഐഡന്റിഫൈ മെത്തേഡ്സ്. ആ മെത്തേഡ്സ് ഐഡന്റിഫൈ ചെയ്യുന്നിടത്താണ് അത് എഫിഷ്യന്റ് ആയിട്ട്. ഇപ്പൊ നോക്കാം, ക്രിയേറ്റ് പറയുന്നുണ്ട്, മോഡിഫൈ പറയുന്നുണ്ട്, റിമൂവ് പറയുന്നുണ്ട്, വ്യൂ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഈ മെത്തേഡ്സിലെല്ലാം മോസ്റ്റ് പ്രോബബ്ലി ദർ മേ ബി ആൻ എക്സെപ്ഷൻ. മോഡിഫൈ കോഴ്സ്, റിമൂവ് കോഴ്സ് ഒരേ കോഴ്സ് തന്നെയാണ്. കോഴ്സ് മോഡിഫൈ ചെയ്യാൻ പറയുന്നത് റിമൂവ്. അപ്പൊ ഇവിടെ ഉറപ്പായിട്ടും യു ഹാവ് ടു യൂസ് ത്രെഡ്. അപ്പൊ ഇങ്ങനെ ഇത് വെച്ചുകൊണ്ട് യു ഹാവ് ടു ഐഡന്റിഫൈ മെത്തേഡ്സ്. ഇപ്പൊ ഇവിടെ ഇത്രയും മാത്രം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്മിൻ ഇങ്ങനെ കുറെ ക്ലാസ്സസ് വരാം. ഇങ്ങനെ തന്നെ ക്ലാസ്സസ് വരണമെന്നില്ല. യു ക്യാൻ മേക്ക് ആസ് യു വിഷ്. ഫ്ലെക്സിബിൾ ആണ്. ഒറ്റ കാര്യമുള്ളൂ, സംഗതി എഫിഷ്യന്റ് ആയിരിക്കണം. എൻഡ് യൂസർ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഈ ഫങ്ഷൻസ് എഫിഷ്യന്റ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. എൻഡ് യൂസർ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. ഇതാണ്. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 5 ക്ലാസ്, അതുപോലെ തന്നെ ഇത്രയും മെത്തേഡ്സ്. ഇതായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഈ 13 മെത്തേഡ്സ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ക്ലാസ് ഇപ്പോൾ അഡ്മിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാക്കി വെക്കാം, എക്സ്ട്രാ ക്ലാസ് ആക്കി വെച്ചിട്ട് താഴെ മെത്തേഡ്സിനെ ഡിഫൈൻ ചെയ്യും. അതൊക്കെ നിങ്ങളുടെ ഒരു ഇതുപോലെ ചെയ്യും. അതെ, അപ്പൊ ഇത്രയും മെത്തേഡ്സ് അവിടെ വരും. അഡ്മിൻ വന്നു, അഡ്മിന്റെ മെത്തേഡാണ് മാനേജ് പേജ്, അത് ക്ലാസ് നെയിം, അതൊരു ഫാക്കൽറ്റി അവിടെ കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ പ്രോഗ്രാം, ഇവിടെ ക്ലാസ് നെയിം, കോഴ്സ്, ക്രിയേറ്റ് പ്രോഗ്രാം, മെത്തേഡ്, ക്രിയേറ്റ് കോഴ്സ്. അതായത് അഡ്മിൻ്റേത് മാനേജ് പ്രോഗ്രാം അല്ലേ, അഡ്മിൻ്റേത് ഇത് വെച്ചിട്ടാണ്, ഇത് വെച്ച് അതേപോലെ എഴുതിയിരിക്കുന്നത്. ഇത് അഡ്മിന്റെ മാനേജ് പ്രോഗ്രാം, പ്രോഗ്രാമിന്റെ ക്രിയേറ്റ്, മോഡിഫൈ, റിമൂവ്, ഫാക്കൽറ്റിയുടെ കോഴ്സ് ഫാക്കൽറ്റിക്ക് കൊടുക്കുന്നു, മോഡിഫൈ ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു, ഫാക്കൽറ്റിയെ വ്യൂ ചെയ്യും. അതുപോലെ കോഴ്സിനെ ക്രിയേറ്റ് കോഴ്സ്, മോഡിഫൈ കോഴ്സ്, റിമൂവ് കോഴ്സ്, വ്യൂ കോഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ നടത്തും. ഇനി കൺസ്ട്രെയിന്റ്. കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എംപ്ലോയി നെയിം എന്നൊരു കാര്യം ഒരിക്കലും നള്ളാകാൻ പാടില്ല. അപ്പൊ നമുക്ക് ഈ കമാൻഡ് കൊടുക്കാം, നോട്ട് നൾ. നോട്ട് നള്ളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നൾ പോയിന്റർ എക്സെപ്ഷൻ ത്രോ ചെയ്തോളൂ. അവിടെ നമ്മൾ എക്സെപ്ഷൻ വേറെ എഴുതണ്ട. അല്ലാതെ ഇത് കൊടുക്കാം. എങ്ങനെ? എംപ്ലോയി നെയിം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇഫ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ, എംപ്ലോയി എക്സെപ്ഷൻ എന്ന് വല്ലതും പറഞ്ഞിട്ട് കൊടുക്കാം. അത് വേണ്ട. നോട്ട് നള്ളെന്ന് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേന് നൾ പോയിന്റർ എക്സെപ്ഷൻ അവിടെ വർക്കായി. ഇത് നിങ്ങളുടെ ബുക്കിലുള്ള ഒരു നല്ല എക്സാമ്പിൾ ആണ്. എംപ്ലോയി, സാലറി, ബോസ്, വർക്കർ. അപ്പൊ അവിടെ ഇതല്ല, ഇതൊരു ഡാഷ്ഡ് ലൈൻ ആയിട്ട് നിങ്ങളുടെ ബുക്കിൽ കാണാം. ഇത് ഡാഷ് ക്ലിയർ ആയിട്ടില്ലേ ഉള്ളൂ, ഡാഷ്ഡ് ലൈൻ ആണ്. സാലറി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബോസ് സാലറി. അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ ഇത് വർക്ക് ചെയ്യും. ഇത് വേറൊരു കൺസ്ട്രെയിന്റ്. യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിന്റെ റീജിയണൽ സെന്റർ ഉണ്ട്, എംപ്ലോയി ഉണ്ട്. എംപ്ലോയി ഓർഡേഡ് ആയി, എംപ്ലോയി നെയിംസോ ആകാം ഓർഡർ ചെയ്തെന്ന് പറയുന്ന റോൾ നമ്പർ ആയിരിക്കും. അത് ആ സ്പെസിഫിക് സിറ്റുവേഷൻ. അതാണ് കൺസ്ട്രെയിൻസ് എന്ന് നമ്മൾ പൊതുവെ ഉദ്ദേശിക്കുന്നത്. കൺസ്ട്രെയിൻസ്. വേറൊരു കൺസ്ട്രെയിന്റ്, ജോബ് പറഞ്ഞു, ജോബ് ടൈപ്പ് പറഞ്ഞു, ഏജ് ലെസ് ദാൻ 30. കാൻഡിഡേറ്റ്, ഏജ്, നെയിം, ക്വാളിഫിക്കേഷൻ. അഗെയിൻ വിത്ഡ്രോ ചെയ്യുക. വിത്ഡ്രോ ചെയ്യുമ്പോൾ വിത്ഡ്രോവൽ എമൗണ്ട് എപ്പോഴും ബാലൻസ് എമൗണ്ടിനേക്കാളും അത് അതെ, അവിടെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. അങ്ങനെ ഇത് തിരിച്ചായിരിക്കണം. വിത്ഡ്രോവൽ എമൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അത് നിങ്ങളെ ബുക്കിൽ ഒന്ന് ഇപ്പൊ അത്
കോഡായിട്ട്, കോഡിന്റെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, കോഡിന്റെ ഇതിന്റെ ആ സിന്റാക്സ്, ഇതിന്റെ ഇതൊക്കെ ഇത് കണ്ടോ, പബ്ലിക് ഒക്കെ പി ഒക്കെ സ്മോൾ ആയിട്ട് കൊടുത്തോണം. അത് നിങ്ങളുടെ ബുക്കിൽ അത് കറക്റ്റ് ആയിട്ട് തന്നെയുണ്ട്, ബുക്ക് നോക്ക്. ഇങ്ങനെ കോഡ് വർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. പബ്ലിക് ക്ലാസ് സേവിങ് ബാങ്ക് അക്കൗണ്ട്, സേവിങ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നതിനെ ക്ലാസ് ആക്കി, എന്നിട്ട് വോയിഡ് വിത്ഡ്രോ ഫംഗ്ഷൻ, എന്നിട്ട് പ്രൈവറ്റ് ബാലൻസ് എമൗണ്ട് പറഞ്ഞു. ബാലൻസ് എമൗണ്ട് പറഞ്ഞിട്ട് ഇഫ് വിത്ഡ്രോവൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബാലൻസ് എമൗണ്ട് ഈസ് ബാലൻസ് എമൗണ്ട് മൈനസ് വിത്ഡ്രോവൽ. അപ്പം ഈ കണ്ട ഇതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കോഡാക്കിയിരിക്കും. ഇത് തന്നെയാണ് ആക്ച്വലി വാട്ട് യു ഹാവ് ടു ഡു. ഇതാണ് സ്റ്റേറ്റ് ഡയഗ്രാം. സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഡയഗ്രാം. അപ്പൊ ഇവിടെ നോക്കുക, ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഒതന്റിക്കേഷൻ ഉണ്ട്, ടിക്കറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു, അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കി, ടിക്കറ്റ് ബുക്ക് ചെയ്തു, പേയ്മെന്റ് കൊടുത്തു, അങ്ങനെ ഫൈനൽ സ്റ്റേറ്റ് വരെ ഇതിങ്ങനെ മുന്നോട്ട് പോയി. ഇവിടെ ഇൻവാലിഡ് കൊടുത്തു, പാസഞ്ചർ ഡീറ്റെയിൽ കൊടുത്തു, ഇൻവാലിഡ് കൊടുത്തു, സക്സസ്ഫുൾ, ലോഗ് ഔട്ട്, അങ്ങനെ. സ്റ്റേറ്റ് ഡയഗ്രാമിന്റെ ഒരു സിമ്പിൾ ഫോർമാറ്റ് ആണിത്. അതായത് ഇനീഷ്യൽ സ്റ്റേറ്റ് കൊടുത്തു, പിന്നെ സ്റ്റേറ്റ് 1, അവിടുന്ന് ട്രാൻസിഷൻ സ്റ്റേറ്റ് 2. ഇനി ഒരു വീഡിയോ പ്ലെയറിന്റെയാണ്, അത് സ്റ്റാർട്ട് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യും. അതിന്റെ കോഡ് നിങ്ങളുടെ ബുക്കിൽ ഉണ്ടെന്ന് നോക്കാം. A state chart diagram contains multiple states, each evolving into a class derived from abstract state class. ഡേറ്റ പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് ഒരു പ്രോഗ്രാമിൽ നിന്ന് വേറൊരു പ്രോഗ്രാമിലേക്ക് മാറുമ്പോഴോ എന്നിട്ട് റിസ്യൂം ചെയ്യുമ്പോഴോ പെർസിസ്റ്റ് ചെയ്യേണ്ട ഡേറ്റയാണ് ഡേറ്റ പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു ഡേറ്റാബേസിലുള്ള ഡേറ്റ എപ്പോഴും പെർസിസ്റ്റ് ചെയ്യും. എന്നാൽ ടെമ്പററി വേരിയബിൾസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ടെമ്പററി വേരിയബിൾസ് എന്താവില്ല, ടെമ്പററി വേരിയബിൾസ് വാല്യൂ സ്റ്റോർ ചെയ്താലും തിരിച്ചെടുക്കുന്ന സമയത്ത് ആ വാല്യൂസ് അവിടെ കാണുക. ഇവിടാണ് പെർസിസ്റ്റൻസ്, ഡേറ്റ പെർസിസ്റ്റൻസ് എന്ന് പറയുന്ന ഐഡിയ ഇവിടാണ് വരുന്നത്. Process persistence. For computer threads and processes, persistent process is that which cannot be terminated or halted by other processes unless terminated by user. User stop എന്ന് പറയാതെ ഇതിനകത്ത് സ്റ്റോപ്പ് ചെയ്യാത്ത വിധത്തിൽ പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ പ്രോസസ് പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് ഡേറ്റ പെർസിസ്റ്റൻസ് പറഞ്ഞു, ഇപ്പൊ പ്രോസസ് പെർസിസ്റ്റൻസ് പറഞ്ഞു. Object should remain in storage until deliberately raised. അതായത് പെർസിസ്റ്റന്റ് ഡേറ്റാബേസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് ഇത് ചെയ്യണം, എന്ത് ചെയ്യണം, അത് നമ്മൾ ഇറേസ് ചെയ്ത്, അതായത് നമ്മൾ സാധാരണ ഇത് കൊടുക്കുന്നത് ഡിലീറ്റ് കമാൻഡ് കൊടുത്ത ഒബ്ജക്റ്റ് കളയാം, ഫ്രീ കൊടുക്കാം, അങ്ങനെ പല കമാൻഡുണ്ട്. അല്ലെ ഡിസ്ട്രക്ടർ, കൺസ്ട്രക്ടറിന് പകരം നമുക്ക് വേണേൽ ഡിസ്ട്രക്ടർ കൊടുക്കാം. അതൊക്കെ ഒബ്ജക്റ്റ് കില്ലിങ്. ഐഡന്റിഫൈങ് പെർസിസ്റ്റന്റ് ഡേറ്റ. പെർസിസ്റ്റന്റ് ഡേറ്റ ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിയന്റ് ഡേറ്റ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം മാത്രം വേണ്ടതാണെന്നുണ്ടെങ്കിൽ ആ റാമില് കീപ്പ് ചെയ്യും. അത് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുമ്പോൾ അത് ലോസ് ആവുകയും ചെയ്യും. പക്ഷേ പെർസിസ്റ്റന്റ് ഡേറ്റ ആണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ഡേറ്റാബേസസ്, എക്സിസ്റ്റ് ഈവൻ ആഫ്റ്റർ പ്രോഗ്രാം ഓർ ട്രാൻസാക്ഷൻ. Serialization means converting an object into byte streams. Converting an object into byte. Serializable എന്ന് പറയുന്ന ഇന്റർഫേസ് യൂസ് ചെയ്തുകൊണ്ട് ജാവ സീരിയലൈസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന സാധനം. ഒബ്ജക്റ്റ് സീരിയലൈസ് ചെയ്ത് ബൈറ്റ് സ്ട്രീം ആക്കി മാറ്റും. ഈ പ്രോസസ് ഒരു പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോസസ്. അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. കൊളാബറേഷൻ ഡയഗ്രാം, അതിനകത്ത് സ്റ്റേറ്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്സ് വെച്ചിട്ട് എന്താ പറയണ്ടേ,
ഐഡന്റിഫൈ ചെയ്യണം, എന്നിട്ട് അവിടെ വെച്ച് യൂസ് കേസ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ എങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിലെ വാല്യൂ കാണിക്കുന്നതാണ് കൊളാബറേഷൻ ഡയഗ്രാം. ഫ്രം ദാറ്റ് കൊളാബറേഷൻ ഡയഗ്രാം യു ഹാവ് ടു മേക്ക് എ ഡൈനാമിക് മോഡൽ. ഇവിടെ ഒബ്ജക്റ്റ് എയിൽ നിന്ന് ഒബ്ജക്റ്റ് ബിയിലേക്ക് കണ്ടീഷൻ വെച്ച് മെസ്സേജ് പോവുക, ഒബ്ജക്റ്റ് സിയിലേക്കും പോകും. ഈ കണ്ടീഷനെ നമ്മൾ ഈ കോഡ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യും. ഇവിടെ ഇത് പറഞ്ഞു കസ്റ്റമർ, അതായത് ഒരു ഇവിടെ നമ്മൾ ATMന്റെ ഒരു ഇത് നമ്മൾ ചെയ്തു. ATMന്റെ കാർഡ് റീഡർ, ATM കൺസോളർ, ബാങ്ക് ഡേറ്റാബേസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തു, കസ്റ്റമർ കൊടുത്തു. ഇങ്ങനെ ഒരു ഫിഗർ നമ്മൾ കണ്ടു. ഈ ഫിഗർ നമുക്ക് ഡെവലപ്പർക്ക് കിട്ടും. ബട്ട് യു ഹാവ് ടു ഐഡന്റിഫൈ ദീസ് മെത്തേഡ്സ്. ക്ലാസ് നെയിം, അതുപോലെ തന്നെ കസ്റ്റമർ, ഇൻസെർട്ട് കാർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിരിക്കണം. ATM കൺസോള്, അങ്ങനെ കുറെ മെത്തേഡ്സ്. പിന്നെ ഇതേപോലെ തന്നെ മറ്റൊരെണ്ണം അഡ്മിനും ഇതും ചെയ്യുന്ന ഇതിന്റെ മെത്തേഡ്സ്. ആ മെത്തേഡ്സ് എല്ലാം തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഫിഗറുകൾ വരയ്ക്കുക. ക്ലാസ് നെയിം ഇപ്പൊ അഡ്മിൻ ആണ്, മെത്തേഡ്സ് ആണ്, പിന്നെ അതായത് 4 ക്ലാസ് ആണ് അതിനകത്തൊന്ന് ഐഡന്റിഫൈ ചെയ്ത്. അഡ്മിൻ ഉണ്ട്, പ്രോഗ്രാം ഉണ്ട്, ഫാക്കൽറ്റി ഉണ്ട്, പോസ്റ്റ്. കൺസ്ട്രെയിൻസിന്റെ രീതി ഇതാണ്. അതായത് നോട്ട് നൾ, പ്രൈവറ്റ് സ്ട്രിംഗ് എംപ്ലോയി നെയിം എന്ന് പറയുന്നത് നോട്ട് നൾ, അങ്ങനെ കൊടുക്കുക. കൺസ്ട്രെയിൻസ് ഓൺ ഒബ്ജക്ട്സ്, എംപ്ലോയി, സാലറി, ഇവിടെ കൺസ്ട്രെയിൻ. ഓർഡേഡ് ആയിട്ടുള്ള ഡേറ്റ അവിടെ കൊടുക്കുന്നു. കൺസ്ട്രെയിൻസ് അവിടെ ഏജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 എന്നുള്ള കൺസ്ട്രെയിന്റ് കൊടുത്തു. ഇവിടെ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ആണ്. വിഡ്രോവൽ ഒരു നമ്പറാണ്, ബാലൻസ് ഒരു നമ്പറാണ്, വിഡ്രോ ഫംഗ്ഷൻ ചെയ്യാനുണ്ട്. ആ വിഡ്രോ ഫംഗ്ഷൻ ചെയ്യാനുള്ള കൺസ്ട്രെയിന്റും നമ്മൾ അവിടെ കൊടുത്തു. അതിന്റെ കോഡ് ഇതായിരുന്നു. പബ്ലിക് ക്ലാസ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, പബ്ലിക് വോയിഡ് വിഡ്രോ, ഡബിൾ വിഡ്രോവൽ, പ്രൈവറ്റ് ബാലൻസ് അക്കൗണ്ട്, ഇങ്ങനെ ഈ വിഡ്രോവൽ ഇതെല്ലാം കൊടുത്ത് ഇത് വിഡ്രോ ചെയ്യുന്ന നമ്മൾ കാണിച്ചു. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന്റെ ഒരു ഡയഗ്രാം, ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറയുന്ന ഇതാണ് കൊടുത്തു. ഒരു സിമ്പിൾ ഫോർമാറ്റ് കാണിച്ചു, വീഡിയോ പ്ലെയറിന്റെ കാണിച്ചു. ഇതിന്റെ പ്രോഗ്രാം നിങ്ങളുടെ ബുക്കിനകത്തുണ്ട്. ഡേറ്റ പെർസിസ്റ്റൻസ്, അതായത് പെർമനന്റ് ആയിട്ട് നിൽക്കേണ്ട ഡേറ്റയാണ് നമ്മൾ പിന്നെ ഇത് ചെയ്യുന്നത്, ഡേറ്റ പെർസിസ്റ്റൻസിന് വെക്കുന്നത്. ആ ഡേറ്റാബേസിൽ പെർമനന്റ് ആയിട്ട്. പ്രോസസ് പെർസിസ്റ്റൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ ത്രെഡും പ്രോസസ്സസും പിന്നെ നിൽക്കേണ്ടതുണ്ടെങ്കിൽ, ത്രെഡ് പെട്ടെന്ന് തീരാനുള്ളതാണെങ്കിൽ യു ക്യാൻ ഗീവ് സ്റ്റോർ. ഓബ്ജക്റ്റ് സ്റ്റോറേജിൽ നിൽക്കേണ്ടതുണ്ട്. പെർസിസ്റ്റന്റ് ഡേറ്റ ഐഡന്റിഫൈ ചെയ്യും, പ്രോഗ്രാമിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യും. സീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ സീരിയലൈസബിൾ എന്ന് പറയുന്ന ഇന്റർഫേസ് യൂസ് ചെയ്ത് സീരിയലൈസ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ ഉദ്ദേശം into byte stream for storage in memory, preserve an object state so that it can be recreated if necessary. അതായത് ആ സ്റ്റേറ്റ് ആയിട്ട് തന്നെ റീക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് സീരിയലൈസേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ആവും. ഇനി നമുക്ക് ഡേറ്റാബേസിന്റെ ഇതും കൂടെ നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ നോട്ട്സ് അതായത് ആക്ച്വലി ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാം എന്തെന്ന് വെച്ചാൽ ഫോർ ക്രിയേറ്റിംഗ്, റിട്രൈവിംഗ്, കൺട്രോളിംഗ് ആക്സസ് ടു പെർമനന്റ് ഡേറ്റ. ഇന്റഗ്രിറ്റി, സെക്യൂരിറ്റി, ക്രാഷ് സ്റ്റോറി ഒക്കെ ഉണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് പെർമനന്റ് ഡേറ്റയാണ്, നോട്ട് ടെമ്പററി. പെർമനന്റ് ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് DBMS. ഇപ്പൊ ഒറാക്കിള്, SQL സെർവർ, ആക്സസ്, ഇങ്ങനത്തെ ഇതെല്ലാം തന്നെ അങ്ങനത്തെ ഡേറ്റാബേസ് ആണ്.
ഡേറ്റാബേസിനെ നമ്മൾ ടേബിൾസ് ആക്കിയിട്ട് ഡിസൈൻ ചെയ്യും. അതുപോലെ ഫീൽഡ് കോളംസ്, ഈച്ച് കോളം ക്യാൻ ഹോൾഡ് ഡേറ്റ, കൺസ്ട്രെയിൻസ് ഓൺ ഡേറ്റ, റിലേഷൻ ബിറ്റ്വീൻ ടേബിൾസ്. ടേബിൾസ് എടുക്കുന്നു, ഓരോ കോളം അതിന്റെ ഓരോ ഫീൽഡായി, ഓരോ റോ അതിന്റെ ഓരോ റെക്കോർഡായി, ഓരോ കോളം അതിന്റെ ഓരോ ഫീൽഡായിരിക്കും, ഓരോ റോ അതിന്റെ ഓരോ റെക്കോർഡായി. ഡേറ്റ കൺസ്ട്രെയിൻസ്, ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കൺസ്ട്രെയിൻസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ അത് ഇന്റീജർ ആയിരിക്കണം, അല്ലെ ഇതായിരിക്കണം, അത് മസ്റ്റ് ആയിട്ട് പറയാം, നള്ളാകരുത്, നോട്ട് നള്ളെന്ന് പറയാം. അങ്ങനെ പല കണ്ടീഷൻസ് യു ക്യാൻ യൂസ് ദാറ്റ് ആർ കോൾഡ് ഡേറ്റ കൺസ്ട്രെയിൻ. ഡേറ്റ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് പ്ലസ് കൺസ്ട്രെയിൻ. മെറ്റാഡേറ്റ എന്ന് പറഞ്ഞാൽ ഡേറ്റ എബൌട്ട് ഡേറ്റ, ഡേറ്റ ഓഫ് ഡേറ്റ, അതിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ. Attribute related to application, normalize the set of that serve function dependencies. In an entity driven design, define entities which are significant. അതായത് നമ്മളത് ഐഡന്റിഫൈ ചെയ്യുക, ആ പ്രത്യേക സിറ്റുവേഷൻ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ഏതാണെന്ന് വെച്ചാൽ. മറ്റേ അതിനകത്ത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സിഗ്നിഫിക്കന്റ് ഫോക്കൽ ക്ലാസസ് എന്ന് പറഞ്ഞത്, ഫോക്കൽ ക്ലാസസ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻറ്റിറ്റിയെ എടുക്കണം. അതായത് ഏത് ഇപ്പൊ ഡേറ്റാബേസ് കണ്ടു കഴിഞ്ഞാൽ എവിടൊക്കെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡേറ്റാബേസും ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ യു ഹാവ് ടു ഐഡന്റിഫൈ വിച്ച് ഒബ്ജക്ട്സ് ആർ ടു ബി ഡിക്ലെയർഡ് ഇൻ ദിസ് ഡേറ്റാബേസ്. ഇതാണ് 3 സ്കീമ ആർക്കിടെക്ചർ. ഇവിടെ വരുമ്പോൾ 3 വ്യൂ: കൺസെപ്ച്വൽ ലെവൽ, ഇന്റർമീഡിയറ്റ് ലെവൽ, ഡേറ്റാബേസ്. ഇവിടെ കൺസെപ്ച്വൽ ലെവലിൽ പറയും, ഇവിടെ ഇന്റർമീഡിയറ്റ് ലെവലിൽ പറയും ഡേറ്റാബേസ്. ഇവിടെ വെച്ചാണ് ഇന്റർമീഡിയറ്റ് ലെവൽ വെച്ചാണ്, ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന ശരിക്കും തന്നെ ഇവിടുത്തെ ഡേറ്റ ലെയറാണ്. ഇത് ബിസിനസ് ലോജിക്കിൽ തന്നെ വരും. പക്ഷെ ബിസിനസ് ലോജിക്കിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടെങ്കിൽ ഡേറ്റ ലെയറിൽ ഡേറ്റ ഹാൻഡിൽ ചെയ്യാനുള്ള ലോജിക്ക്. ഫോർ എക്സാമ്പിൾ ക്രിയേറ്റ് സ്റ്റുഡൻറ്, എന്നിട്ട് റോൾ നമ്പർ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് ഡേറ്റ ലെയർ ആണ്. പ്രോഗ്രാമിന്റെ ലോജിക്കല്ല അവിടെ വരുന്നത്, ഡേറ്റാബേസിന്റെ ലോജിക്കാണ് അവിടെ വരുന്നത്. ഡേറ്റ ഇന്റഗ്രിറ്റി, കൺസിസ്റ്റന്റ് ഡേറ്റ ആയിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇന്റഗ്രിറ്റി റൂൾസ് ഉണ്ട് കുറെ, നിങ്ങൾക്കറിയാം. പ്രൈമറി കീ, സെക്കൻഡറി കീ, അതുപോലെ തന്നെ വോയിസ് കോഡ്, നോർമൽ ഫോം എന്ന് ഓടിച്ചു വായിക്കാം. Entity integrity, each table has exactly one primary key, set of one or more attributes that can uniquely identify each row. ഓരോ റോയെ യുണീക്ക് ആയിട്ട് മിക്കവാറും ID ഒക്കെ ആയിരിക്കും, സ്റ്റുഡന്റ് ID. അങ്ങനെ റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി, ഫോറിൻ കീ ആണ്. അതിപ്പോ നമ്മൾ ഇതിനകത്തൊരു ഇതുണ്ട്, അത് കാണിക്കാം. ഒരു കൺട്രിയും ക്യാപിറ്റലും കാണിക്കുക. കൺട്രിയോട് അസോസിയേറ്റ് പറഞ്ഞ 2 എൻറ്റിറ്റി വരുന്നു, ക്യാപിറ്റൽ ഫോറിൻ കീ ആയിട്ട് കൺട്രി കോഡിനെ എടുക്കും. അതിപ്പോ കാണാം. റിലേഷൻ, കോഴ്സ് കോഡ് പ്രൈമറി കീ, റോൾ നമ്പർ പ്രൈമറി കീ ഓഫ് സ്റ്റുഡന്റ് ടേബിൾ, കോഴ്സ് കോഡ് ഈസ് ഫോറിൻ കീ. അതാണ് കോഴ്സ് കോഡ് എന്ന് പറയുന്നത് കോഴ്സ് ടേബിളിന്റെ പ്രൈമറി കീയാണ്. റോൾ നമ്പർ സ്റ്റുഡന്റ് ടേബിളിന്റെ പ്രൈമറി കീ. അപ്പൊ സ്റ്റുഡന്റ് ടേബിളിനെ സംബന്ധിച്ച് കോഴ്സ് കോഡ് ആയിരിക്കും ഫോറിൻ കീ. അവിടെ അതായത് സപ്പോസ് ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ കോഴ്സ് ആൻഡ് സ്റ്റുഡന്റ്. Student and course തമ്മിൽ if there is a relation and course code is the primary key of course table and roll number is the primary key of student table, then of course course code is foreign key for student table. Normal forms ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. All underlying domain tables contain atomic values. First normal form and every non-key attribute fully depend on primary key. Satisfies second normal form and every non-key attribute is non-transitively dependent on primary key. ഇതെല്ലാം ഡേറ്റാബേസിലുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഈ നോർമൽ ഫോംസ്. ഇതിപ്പോ ഇതിനകത്ത് ജസ്റ്റ് തിയറി ആയിട്ട് പറയുന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങളുടെ ഇതിനകത്ത് മറ്റു കൂടുതൽ ഇതിന് അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും പറയുന്നില്ല. Select star from student where roll number where mark greater than 200 എന്ന് പറയുമ്പോൾ നമുക്കൊരു ടേബിൾ കിട്ടും. ദാറ്റ് ടേബിൾ ഈസ് വ്യൂ. അപ്പൊ ആ ടേബിളിലേക്ക് നമുക്ക് ഇൻസെർട്ടും അപ്ഡേറ്റും ഡിലീറ്റും ഒക്കെ പോസിബിൾ. അപ്പൊ മൊത്തം ടേബിൾ അല്ല കിട്ടുന്നത്, ടേബിളിൽ നിന്നും വേർ മാർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ 200 ആ ടേബിളിനെ നിങ്ങൾ റിട്രൈവ് ചെയ്യും. ദാറ്റ് ഈസ് ദ വ്യൂ. ഹൈ ലെവൽ ഡേറ്റ മോഡൽ ആൻഡ് ക്ലോസ് ടു യൂസർ, അതാണ് എക്സ്റ്റേണൽ സ്കീമ. അതൊരു ഇന്റേണൽ സ്റ്റോറേജ് ആണ്. ഡേറ്റാബേസ് ലുക്സ് ഇൻ ഫ്രണ്ട് ഓഫ് യൂസേഴ്സ്, അതാണ് കൺസെപ്ച്വൽ സ്കീം.
അതായത് നമ്മൾ ഈ കാണുന്ന ഡേറ്റാബേസും ആ ഡേറ്റാബേസും നമ്മൾ കാണുമ്പോൾ നിങ്ങളിപ്പോൾ ഡേറ്റാബേസ് എടുത്തു നോക്കി ആ സമയത്ത് നമ്മൾ കാണുന്നതാണ് കൺസെപ്ച്വൽ സ്കീം. ഇന്റേണൽ സ്കീമ എന്ന് പറഞ്ഞാൽ അകത്തെ ഫിസിക്കൽ സ്റ്റോറേജ്. ആ ഫിസിക്കൽ സ്റ്റോറേജ് വെച്ചാണ് ടേബിൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്ട് മോഡല്, ലോജിക്കൽ മോഡലുണ്ട്, ക്ലാസ്സസ് ഉണ്ട്. ഇവിടെ ഒബ്ജക്ട് മോഡലാണ്. ഈ ഒബ്ജക്ട് മോഡലിൽ there are ക്ലാസ്സസ്, അസോസിയേഷൻസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നു. ഒബ്ജക്ട് ഐഡന്റിഫയർ മീൻസ് there is a particular ID number for each object. Each object is a class. മനസ്സിലായോ? And for each object there is a unique name and identifier for each object. Object ID എന്ന് പറഞ്ഞാൽ derive a table from a class. Each table has an ID for primary. When tables are derived from association, then one or more object ID collectively form a array. അതായത് കുറെ ടേബിൾസ് അസോസിയേഷനിൽ വരുമ്പോൾ ആ ടേബിൾസിന്റെ എല്ലാം കൂടെ ഒബ്ജക്ട് ഐഡീസ് കളക്റ്റീവ് ആയിട്ടൊരു പ്രൈമറി കീ ആണ് അവിടെ വരുന്നത്. ഒരു അസോസിയേഷൻ, അപ്പൊ ഇത് അസോസിയേറ്റഡ് ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഒബ്ജക്ട് ഐഡീസ് എല്ലാം വേണ്ടി വരും. അതിന്റെ കളക്ഷൻ ആയിരിക്കും അവിടെ പ്രൈമറി. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് വിച്ച് യൂണീക്ലി അവിടെ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഈച്ച് റോയെ ഐഡന്റിഫൈ ചെയ്യണം. അതായത് നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. ഒരു ID, സ്റ്റുഡന്റ് ID ആണ് പറയുന്നതെന്ന് വിചാരിക്കുക. സപ്പോസ് സ്റ്റുഡന്റ് ID ഈസ് ദ പ്രൈമറി കീ. ദാറ്റ് മീൻസ് എന്താണ്? ഈച്ച് റെക്കോർഡ് ഈസ് യൂണീക്ലി ഐഡന്റിഫൈഡ്. അവിടെ റോയാണ് നോട്ട് കോളം. കോളം എന്ന് പറയുന്നത് ഫീൽഡാണ്. ഓരോ റോയാണ് അവിടെ ഐഡന്റിഫൈ. അതാണ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പം അതെ എംപ്ലോയി ക്ലാസ്സിന് ഗ്രോസ് പേ ഉണ്ട്, സ്റ്റുഡന്റിന് മാർക്കുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ക്ലാസ്സിന് പല ആട്രിബ്യൂട്ട്സ്, നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ക്ലാസ്സിന് വരാം. ഇത് വെർട്ടിക്കൽ പാർട്ടീഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ പാർട്ടീഷൻ. വെർട്ടിക്കൽ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹൊറിസോണ്ടൽ പാർട്ടീഷനിൽ റെക്കോർഡ് വൈസ് പാർട്ടീഷൻ, മറ്റേത് കോളം വൈസ് പാർട്ടീഷൻ. ഇവിടെ റെക്കോർഡ് വൈസ് ആണ് പാർട്ടീഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്ട് മോഡലിനെ ഹൗ ക്യാൻ യു കൺവേർട്ട് ഇൻ ടു ടേബിൾ മോഡൽ? ഇപ്പൊ സ്റ്റുഡന്റിന്റെ നെയിമും റോൾ നമ്പറും പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നെയിമും റോൾ നമ്പറിന്റെ കൂടെ ടേബിളിൽ നമ്മൾ പ്രൈമറി കീക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡന്റ് ഐഡിയും കൊടുത്തിട്ടുണ്ട്, കൂടാതെ ഒരു അഡ്രസ്സും കൊടുത്തു. ഈ നള്ള് ശ്രദ്ധിച്ചോ, ഇത് ആട്രിബ്യൂട്ട്. ഇവിടെ വന്നപ്പോഴത്തെ ആട്രിബ്യൂട്ട് സ്റ്റുഡന്റ് ID, നെയിമും അഡ്രസ്സും. സ്റ്റുഡന്റ് ID നമ്മൾ കൂട്ടി കൊടുത്തിരിക്കുന്നതാണ്. അത് മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് ഈസ് ഫോർ പ്രൈമറി കീ. അപ്പൊ ഈ സ്റ്റുഡന്റ് ID ഇങ്ങനെ കൊടുത്തു. സ്റ്റുഡന്റ് ID ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പറയാണ് സ്റ്റുഡന്റ് ID നള്ളാകാവോ? നോ, ആകാൻ പാടില്ല. അവിടെ എന്നും. നെയിം നള്ളാകാൻ പാടില്ല. അഡ്രസ് യെസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആണെന്നല്ല, മേ ബി നൾ, കുഴപ്പമില്ല. നള്ളാണെങ്കിലും കുഴപ്പമില്ല. Suppose you have made a constraint in a way that student ID must not be null, then suppose you are trying to input an ID, then an exception will be thrown. That exception will be a data exception, which is a built-in exception. There is no need to create your own custom exception. ഞാൻ ഒന്നുകൂടെ പറയാം. നള്ളെന്ന് നിങ്ങളൊരു വാല്യൂ കൊടുത്താൽ, സപ്പോസ് നള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് നിങ്ങൾ സ്റ്റുഡന്റ് ID നിങ്ങൾ ഒന്നും എൻറ്റർ ചെയ്യാതെ മറ്റൊരു വാല്യൂ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ജാവയോ പൈത്തണോ ഏത് ഒബ്ജക്ട് ഓറിയന്റഡ് ലാംഗ്വേജ് ആണെങ്കിലും ദാറ്റ് വിൽ ത്രോ ആൻ എക്സെപ്ഷൻ. നല്ല കൺസ്ട്രെയിന്റ് കൊടുത്തുകൊണ്ടാണ്. അഡ്രസ്സ് പക്ഷേ വേണമെങ്കിൽ നള്ളാക്കാം, നോ പ്രോബ്ലം. അവിടെ അഡ്രസ്സ് നമ്മൾ നള്ള് കൊടുത്താലും നോ പ്രോബ്ലം. അതിന്റെ കറസ്പോണ്ടിങ് കോഡാണ്. ഈ കോഡ് ശ്രദ്ധിക്കുക. സ്റ്റുഡന്റ് ID സ്റ്റുഡന്റ് ID നോട്ട് നൾ. നള്ളല്ല എന്ന് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡന്റ് ID നോട്ട് നൾ. നെയിം നോട്ട് നൾ. അഡ്രസ്സിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല. പ്രൈമറി കീ സ്റ്റുഡന്റ് ID ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ കാര്യം ഇവിടെ കോഡിൽ ഇംപ്ലിമെന്റ് ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇത് നൾ ആട്രിബ്യൂട്ട്, അതായത് സ്റ്റുഡന്റ് ID നള്ളാകാൻ പാടില്ല, നെയിം നള്ളാകാൻ പാടില്ല, അഡ്രസ് വേണേ നള്ളാകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കോഡ് എഴുതി. ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡ്
ID not null, name not null, address വേണേ നള്ളാകാം. അതുകൊണ്ട് അവിടെ ഒന്നും പറഞ്ഞില്ല. പ്രൈമറി കീ ഐ ഡി. ഇനി ഇതേപോലെ തന്നെ ഇത് ഇതൊരു നല്ലൊരു എക്സാമ്പിൾ ആണ്. ഒരു ഒബ്ജക്റ്റ് കൺട്രി, അതിന് ക്യാപിറ്റൽ, ഇതിന് ഈ ക്യാപിറ്റൽ. അപ്പൊ കൺട്രി കോഡ്, കൺട്രി നെയിം, ഗെറ്റ് കൺട്രി കോഡ്, ഗെറ്റ് കൺട്രി, ഇത്രയും ഇതുകളുടെ എന്താ പറയണ്ടേ ഡേറ്റ മെമ്പേഴ്സ് ആണ്. ഇത് ഫങ്ഷൻസ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചോണം. ഇതിന്റെ ഇത് എഴുതുമ്പോൾ ശരിക്കും പ്ലസും മൈനസും ഒക്കെ ഇപ്പുറത്ത് കൊടുക്കേണ്ടതാണ്. കാരണം അത് പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ഏതായാലും ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സിറ്റിയിൽ നമുക്ക് സിറ്റി നെയിമും സിറ്റി കോഡും ഗെറ്റ് സിറ്റി കോഡും ഗെറ്റ് സിറ്റി നെയിമും ഉണ്ട്. അപ്പൊ ഇവിടെ സിറ്റി എന്ന് പറയുന്നത് ഇതിനോട് കൺട്രിയോട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. അപ്പൊ ഓഫ് കോഴ്സ് the city must have a foreign key that must refer to country. പക്ഷെ കൺട്രിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്കൊന്ന് നോക്കാം. ഫോറിൻ കീ അതുണ്ടോ? ക്രിയേറ്റ് ടേബിൾ കൺട്രി, കൺട്രി കോഡ് നോട്ട് നള്ള്, കൺട്രി നെയിം നോട്ട് നള്ള്, പ്രൈമറി കീ കൺട്രി കോഡ് കൊടുക്കും അല്ലേ, നോട്ട് നള്ള് അങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രൈമറി കീ കൺട്രി കോഡും കൊടുത്തു. ടേബിൾ സിറ്റി ഉണ്ടാക്കി, സിറ്റി കോഡ് നോട്ട് നള്ള്, ഇൻഡാണ്, സിറ്റി നെയിം വേരിയബിൾ ക്യാരക്ടർ ആണ്, പ്രൈമറി കീ അവിടെ സിറ്റി കോഡാണ്, ഇവിടെ പ്രൈമറി കീ കൺട്രി കോഡാണ്. പക്ഷെ ഇവിടെ ഒരു ഫോറിൻ കീ ഉണ്ട്, ദാറ്റ് ഈസ് കൺട്രി കോഡ്. അതായത് കൺട്രിയെ ഇങ്ങനൊന്നും കോഡ് എഴുതുമ്പോൾ കൊടുക്കരുത്. ഇതൊരു എക്സാമ്പിളിന് വേണ്ടി എഴുതിയിരിക്കുന്ന റെഫറൻസ് ആണ്. കൺട്രിയെ റെഫറൻസ് ചെയ്യുന്ന ഫോറിൻ കീ കൺട്രി കോഡ്. ഇതാണ് അതിനകത്ത് ഐഡിയ. ഒബ്ജക്റ്റിൽ നിന്ന് ടേബിൾ ആക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇത് പറഞ്ഞത് തന്നെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഡൊമൈന് ആട്രിബ്യൂട്ടിന് നല്ല നോ അഡ്രസ് വേണേൽ കൊടുക്കാം. അപ്പൊ അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്ന ഐഡി ആണ്, നെയിമാണ്, അഡ്രസ് ആണ്, ഡൊമൈൻ ഐഡി ആണ്, ടൈറ്റിലാണ്, ഇങ്ങനെ പറഞ്ഞ് കൊടുത്തു. അവിടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് സിന്റാക്സ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ റെഫർ ചെയ്യുക, ഞാനത് എഴുതിയിട്ടുണ്ട്. SQL ഇത് എക്സാക്ട് സിന്റാക്സ് അല്ല, എംപ്ലോയിയുടെ ഒരു ഇതാണ്. പ്രൈമറി കീ കൊടുത്തു, സിമ്പിൾ എക്സാമ്പിൾ എന്നുള്ളത്. ഇവിടെ യൂണിവേഴ്സിറ്റി എംപ്ലോയി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുകയാണ്. അവിടെ ഫോറിൻ കീയും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇതിന്റെ ടേബിൾ കാണിച്ചൂടെ കാണിക്കും. ഇനി ഇൻഹെറിറ്റൻസ് ഉണ്ട് ഡേറ്റാബേസിന്റെ കാര്യത്തിൽ. എംപ്ലോയി എന്ന് പറഞ്ഞ ഡേറ്റാബേസ് യു ക്യാൻ ക്രിയേറ്റ്. ദെൻ there are sub classes, salary employee, hourly employee. ഇൻഹെറിറ്റൻസ് എംപ്ലോയി, എംപ്ലോയി ഐ ഡി, നെയിം, അഡ്രസ്, ഫോൺ നമ്പർ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. എംപ്ലോയി ഐ ഡി ഉണ്ട്, മന്ത്ലി റേറ്റ്, എംപ്ലോയി ഐ ഡി ഉണ്ട്, ഹവർലി റേറ്റ് ഉണ്ട്, കൂടെ നെയിമും അഡ്രസ്സും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. There is no need to explicit declaration of these variables in these databases. Databases അല്ല, ഒബ്ജക്ട് ഡേറ്റാബേസസ്. ആട്രിബ്യൂട്ട് ഇൻ സൂപ്പർ ക്ലാസ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇൻ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എംപ്ലോയി ഐ ഡി, അഡ്രസ്, ഫോൺ നമ്പർ, മന്ത്ലി റേറ്റ്, ഇങ്ങനെ പറയും. സൂപ്പർ ക്ലാസ്സിൽ പോകുന്നു. JDBC എന്ന് പറയുന്ന API, നമുക്ക് ആ പ്രോഗ്രാം നോക്കാൻ തീരുന്നതിന് മുമ്പ് ആ പ്രോഗ്രാം നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. ഇതാണ് 3 സ്കീമ ആർക്കിടെക്ചർ. 3 വ്യൂ ഉണ്ട്. വ്യൂ 1, വ്യൂ 2, വ്യൂ 3. ഇത് പുറത്തു നിന്ന് വ്യൂ ആണ്. കൺസെപ്ച്വൽ ലെവലിൽ നിന്നുകൊണ്ട് ഡേറ്റാബേസിനെ വ്യൂ ചെയ്യാം. കൺസെപ്ച്വൽ ലെവലിൽ നിന്ന് ഡേറ്റാബേസിനെ വ്യൂ ചെയ്യാം. താഴെ ഇന്റേണൽ ലെവൽ, ഇത് ഇന്റേണൽ സ്റ്റോറേജ് ആണ്, ഇത് ഡേറ്റാബേസ്. ഇവിടെ നിന്നാണ് ഇതിനെ ഡേറ്റാബേസിനെ വ്യൂ ചെയ്യും. വ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെ അകത്തുള്ള ഏതാണ്ട് ആ മോഡല് ഇവിടെ നിൽക്കും. അവിടെ നിന്ന് ഡേറ്റാബേസിലേക്ക് വരും. ഇപ്പം വേറൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇവിടെ നോക്കുക, കോഴ്സ് കോഡ്. ഇപ്പം നിങ്ങൾ തന്നെ 3 കോഴ്സ് കോഡ് പറഞ്ഞു, അതിന്റെ കോഴ്സ് നെയിമും ഇവിടെ പറഞ്ഞു. അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു ടേബിൾ പോലെ ഒരു സംഗതി അത് പറയും. അത് കഴിഞ്ഞപ്പം അതിനെ നമ്മൾ ഉണ്ടാക്കുകയാണ്. റോൾ നമ്പർ, നെയിം, ഏജ്, കോഴ്സ് കോഡ്, ഇത്രയും കൊടുത്തുകൊണ്ട് നമ്മളൊരു ടേബിൾ. എന്നിട്ട് ആ ടേബിളിനെ വെർട്ടിക്കൽ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ നോക്കുക,
ഇവിടെ സ്റ്റുഡന്റ് ഐ ഡി അതായത് നിർബന്ധമാണ്, പ്രൈമറിക്ക് ഉണ്ടായിരിക്കണം എന്ത് പാർട്ടീഷനാണ്. നെയിം ഇവിടെ കൊടുത്തു, അഡ്രസ് ഇവിടെ നോക്കുക. നെയിമും അഡ്രസ്സും ഉണ്ടെങ്കിൽ ഇപ്പം നെയിം അവിടെ കൊടുത്തു, അഡ്രസ്സ് അവിടെ കൊടുത്തു, അങ്ങനെ രണ്ടെണ്ണം പ്രൈമറിക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ ഏതെങ്കിലും, എല്ലാം വരണമെന്നുമില്ല. അപ്പൊ ഇവിടെ അതെ നെയിമും അഡ്രസ്സും കൊടുത്തു. ഹൊറിസോണ്ടൽ പാർട്ടീഷനിൽ ഞാൻ പറഞ്ഞല്ലോ അത് റെക്കോർഡ്സിന്റെ പാർട്ടീഷൻ മാത്രം, റെക്കോർഡ്സിന്റെ പാർട്ടീഷനാണ് അവിടെ അത്. ഒറ്റ കാര്യം മസ്റ്റ് ആയിട്ടുള്ളത്, എന്ത് തരം പാർട്ടീഷൻ ആണെങ്കിലും യു മസ്റ്റ് ഹാവ് പ്രൈമറി കീ ഇൻ ദാറ്റ്. ഇനി ഒബ്ജക്റ്റ് ആയിട്ട് സ്റ്റുഡന്റും നെയിമും, സ്റ്റുഡന്റിന്റെ ഇതിൽ നിന്ന് നെയിമും അഡ്രസ്സും ഉണ്ട്. നിങ്ങൾക്ക് അത് ടേബിളാണ്. ടേബിൾ ആക്കുമ്പോൾ നെയിമും അഡ്രസ്സും കൊടുത്തു, ദെൻ യു ഹാവ് ടു ഗിവ് എ സ്റ്റുഡന്റ് ഐ ഡി. കാരണം നെയിമും അഡ്രസ്സും ഒക്കെയും യുണീക്ക് ആയിട്ട് യു കനോട്ട് സ്പെസിഫൈ. അവിടെ നമുക്കൊരു യുണീക്ക് വാല്യൂ വേണം, അതാണ് സ്റ്റുഡന്റ് ഐ ഡി നെയിമുമായിട്ട് കൊടുക്കുന്നത്. സ്റ്റുഡന്റ് ഐ ഡി നള്ളാകാൻ പറ്റില്ല, നെയിം നള്ളാകാൻ പറ്റില്ല, അഡ്രസ്സ് ഇതിപ്പം ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒബ്ജക്റ്റ് ആയിട്ട് നെയിമും അഡ്രസ്സും കൊടുത്തു, ആട്രിബ്യൂട്ട് സ്റ്റുഡന്റ് ഐ ഡി നെയിം അഡ്രസ്സ് കൊടുത്തു, ഡൊമൈൻ ഇവിടെ എന്തെന്ന് പറയുന്ന ഐ ഡി നെയിം ഇങ്ങനെ കൊടുത്തു. അതിങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അവിടെ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡന്റ് ഐ ഡി നോട്ട് നൾ, നെയിം നോട്ട് നൾ, അഡ്രസ് പ്രൈമറി കീ സ്റ്റുഡന്റ് ഐ ഡി. അതായത് നമ്മൾ ഇവിടെ നിർത്തി വരിക. സ്റ്റുഡന്റ് ഐ ഡി ഇവിടെ സ്റ്റുഡന്റ് കൊടുത്തു, ഒബ്ജക്റ്റ് ആണ്, ദാറ്റ് ഈസ് കൺവേർട്ടഡ് ടു ടേബിൾ മോഡൽ, ആട്രിബ്യൂട്ട് സ്റ്റുഡന്റ് ഐ ഡി നെയിം അഡ്രസ് നള്ളും ഏതും എന്നാന്ന് പറഞ്ഞു. അവിടെ അഡ്രസ് മേ ബി നൾ, മറ്റൊന്നും നള്ളാകാൻ പാടില്ല. അതെങ്ങനെ കോഡാക്കി? സ്റ്റുഡന്റ് ഐ ഡി നോട്ട് നൾ, നെയിം നോട്ട് നൾ, അഡ്രസ്സിന് വേണേ നള്ളാകാം, അതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞില്ല. പ്രൈമറി കീ സ്റ്റുഡന്റ്. ഇവിടെ ജനറലൈസേഷൻ പറഞ്ഞല്ലോ. അതായത് ജനറലൈസേഷനും സ്പെഷ്യലൈസേഷനും ഉണ്ട്. സ്പെഷ്യലൈസേഷൻ അതായത് ബോട്ടം അപ്പും ടോപ്പ് ഡൗൺ അപ്രോച്ചും ഉണ്ട്. അപ്പൊ ഇവിടെ അതായത് ഇവിടെ ഇപ്പം ഒബ്ജക്ട് മോഡൽ ജനറലൈസേഷൻ ആയിട്ട് പറയാണ് എംപ്ലോയി നെയിം അഡ്രസ്. ഇനി നെയിമും അഡ്രസ്സും നമുക്ക് താഴോട്ട് എടുക്കേണ്ട കാര്യമില്ല. സാലറീഡ് എംപ്ലോയി there is a particular data on monthly rate that you have to specify. ഇവിടെ hourly employee hourly rate that you have to specify. അപ്പൊ അതിന് അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ യു ക്യാൻ ക്രിയേറ്റ്. അതായത് ഇവിടെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്ലാറ്റ്ഫോമിലെ ആ ഫീച്ചേഴ്സിനെ ഇവിടെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ബൈനറി അസോസിയേഷൻ എന്താ പറയണ്ടേ? ബൈനറി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കൺട്രി കോഡിന്റെ കൺട്രി നെയിം സ്ട്രിങ് ഗെറ്റ് കൺട്രി കോഡ് ഇത് കൊടുത്തു. ഇവിടെ കൺട്രിക്ക് പാസ് ക്യാപിറ്റൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുമ്പേ കണ്ടത് തന്നെയാണ്. ഇതൊരു അസോസിയേഷൻ കൺട്രി സിറ്റി, ഇതിനെ ഒരു അസോസിയേഷൻ ആണെന്നാണ്. ഇതൊരു യൂണി ഡയറക്ഷണൽ അസോസിയേഷൻ, മേ ബി ബൈ ഡയറക്ഷൻ, അതും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് കൊടുത്തു. ക്രിയേറ്റ് ടേബിൾ കൺട്രി കോഡ് ഇൻ നോട്ട് നൾ, കൺട്രി നെയിം നോട്ട് നൾ, പ്രൈമറി കീ സിറ്റി കോഡ് നോട്ട് നൾ, സിറ്റി നെയിം നോട്ട് നൾ, കൺട്രി കോഡ് നോട്ട് നൾ, പ്രൈമറി കീ. ഇതാണ് സമയം. അപ്പൊ നോട്ട് നൾ എന്നുള്ള ഒരു വിഷയം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പൊ അത് പറയുന്നില്ല, പക്ഷെ അപ്പൊ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഇത് കൊടുത്തിരിക്കുന്നത്. വൺ ടു മെനി ഒബ്ജക്ട് മോഡൽ. യൂണിവേഴ്സിറ്റി ഒരു യൂണിവേഴ്സിറ്റി അവർക്ക് പല എംപ്ലോയീസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി എംപ്ലോയി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. വൺ ടു മെനി അവിടെ യൂണിവേഴ്സിറ്റി ഐ ഡി ഉണ്ട് നോട്ട് നൾ, യൂണിവേഴ്സിറ്റി നെയിം നോട്ട് നൾ, യൂണിവേഴ്സിറ്റി അഡ്രസ് വേണേ നള്ളാണ്. എംപ്ലോയി ടേബിൾ എംപ്ലോയി ഐ ഡി നള്ളാകാൻ പാടില്ല, നെയിം നള്ളാകാൻ പാടില്ല, അഡ്രസ് വേണേ നള്ളാകാം, ഐ ഡി നള്ളാകാൻ പാടില്ല, ടൈറ്റില് ഇങ്ങനെ കൊടുത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഇതെന്ന് പറയുന്നത് നമുക്ക് ആ ലാസ്റ്റ് പോർഷനുകളാണ്. ആ കോഡ് വരുന്ന പോർഷനുകൾ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇത് സ്റ്റുഡന്റ് നെയിം, റോൾ നമ്പർ, ആട്രിബ്യൂട്ട്, സ്റ്റുഡന്റ് ഐ ഡി ഇതെല്ലാം കൊടുക്കുന്നു. പിന്നെ ക്രിയേറ്റ് ടേബിൾ പറയുന്നു,
കൺട്രി കോഡ് 1 ഇത് കൊടുക്കുന്നു. കറസ്പോണ്ടിങ് കോഡ് ഇത് നല്ല ഒരു എക്സാമ്പിൾ. യൂണിവേഴ്സിറ്റി നെയിം വെച്ച് ആട്രിബ്യൂട്ട് പറയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ എന്താ പറയണ്ടേ ഡേറ്റാബേസിന്റെ ഇത്. ഇനി ഇത് ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ? ആക്ച്വലി എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് അത് നിങ്ങളുടെ ബുക്കിനകത്ത് അത് പറയുന്നുണ്ട്. ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് നമ്മൾ ഇപ്പൊ നിങ്ങളുടെ ബുക്കിൽ JDBC ആണ് പറയുന്നത്. JDBC ജാവ ഡേറ്റാബേസ് കണക്ടിവിറ്റി യൂസ് ചെയ്തിട്ടാണ് യു ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ്. അത് എങ്ങനെയാണെന്ന് ഇതാണ് ഞാൻ പറഞ്ഞ JDBC. JDBC യൂസ് ചെയ്താണ് എന്ന് ശ്രദ്ധിക്കുക. JDBC എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ ഫീച്ചറാണ് ഈ പറയുന്നത്. JDBC ഇങ്ങനെ വർക്ക് ചെയ്യുന്നു നോക്കാം. JDBC or Java Database Connectivity is a specification from Sun Microsystems that provides a standard abstraction API, Application Programming Interface. ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് JDBC എന്ന് പറയുന്നത് ഒരു ഡേറ്റാബേസ് ഡ്രൈവർ. ശ്രദ്ധിക്കുക, ഡേറ്റാബേസ് ഡ്രൈവർ ഈസ് കേപ്പബിൾ ഓഫ് ആക്സസിങ് ഡേറ്റാബേസ് ആൻഡ് സ്പ്രെഡ്ഷീറ്റ്. ഈ ഡേറ്റാബേസ് ഡ്രൈവർ എന്ന് പറയുന്നത് ഈ ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യാനും ഇതിന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് JDBC is used in Java programming to interact with the data. The classes and interfaces of JDBC allows application to send request made by users to specific database. അതായത് അപ്പൊ JDBC എന്ന് പറയുന്നതിനകത്ത് ക്ലാസ്സസും മെത്തേഡ്സും ഉണ്ടെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് എ പാക്കേജ്. കമ്പോണൻസ് ഓഫ് JDBC ഇമ്പോർട്ടൻ്റ് ആണ്. JDBC API ഇത് ശ്രദ്ധിക്കാം. ഇവിടെ നോക്കുമ്പോൾ java.sql.star, javax.sql.star ഈ പാക്കേജസ് നിങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നു. ഈ JDBCക്ക് there is a ഡ്രൈവർ മാനേജർ. അത് ഡേറ്റാബേസിനെ ലോഡ് ചെയ്യും. JDBC ODBC ബ്രിഡ്ജും ആർക്കിടെക്ചർ പറഞ്ഞിരിക്കുകയാണ്. അലൗസ് ജാവ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് SQL സ്റ്റേറ്റ്മെന്റ്, ഡ്രൈവർ മാനേജർ, ഡ്രൈവർ കണക്ഷൻ സ്റ്റേറ്റ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ആക്ച്വലി ചെയ്യുന്നു എന്ന് നോക്കിക്കഴിയുമ്പം ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഡ്രൈവർ മാനേജർ ഡോട്ട് രജിസ്റ്റർ ഡ്രൈവർ ന്യൂ ഫോം ഡോട്ട് MySQL ഡോട്ട് JDBC ഡ്രൈവർ. അവിടെ നമ്മളൊരു പർട്ടിക്കുലർ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് ഓരോ ഡ്രൈവേഴ്സ്. ഇവിടെ നമ്മൾ MySQLന് വേണ്ടിയിട്ടുള്ള JDBC ഡ്രൈവറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. താഴെ ശ്രദ്ധിക്കുക, കണക്ഷൻ C1 ഈസ് ഈക്വൽ ടു ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ JDBC. അപ്പൊ അതിൻ്റെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ കോളേജ് എന്ന് പറയുന്ന ഇത് ഇപ്പൊ നമ്മൾ നിങ്ങളുടെ ഓരോരുത്തരുടെ സിസ്റ്റം പോലെ ഇരിക്കും. ആ സിസ്റ്റത്തിലെ എന്താ പറയണ്ടേ ആ ഒരു ഇത് കിടക്കുകയാണ്. പിന്നെ മറ്റേ റൂട്ട് എന്ന് പറയുന്നത് 1 2 3 4 എന്ന് പറയുന്നത് അഡ്മിനും പാസ്വേഡും. ഏതായാലും കണക്ഷൻ C1 എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് അതൊരു ഇതായിരിക്കണം.
ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം. അപ്പൊ ഡ്രൈവർ മാനേജർ ഡോട്ട് രജിസ്റ്റർ ഡ്രൈവറിലേക്ക് ഇത് ചെയ്തിട്ട് കണക്ഷൻ കൊടുത്ത് കണക്ഷൻ C1ലേക്ക് ഡ്രൈവർ മാനേജർ ഡോട്ട് ഗെറ്റ് കണക്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് S is equal to C1 ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ്. C1 ഈസ് എ കണക്ഷൻ ഒബ്ജക്റ്റ്. ശ്രദ്ധിച്ചു. അപ്പൊ കണക്ഷൻ എന്ന് പറയുന്നത് എല്ലാം ഇപ്പൊ ഇതിനകത്ത് ഒബ്ജക്റ്റ് ആണ്, മറ്റേതുപോലെ C1 ഈസ് എ കണക്ഷൻ ഒബ്ജക്റ്റ് ദാറ്റ് ക്രിയേറ്റ് എ സ്റ്റേറ്റ്. C1 ഡോട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം C1 ക്രിയേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ല ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് ചെയ്യുന്നത്. അതൊന്ന് നോക്കാം. S1 C1 dot result set R is equal to execute query, അതായത് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ്. അതായത് റിസൾട്ട് സെറ്റ് ആറിലേക്ക് ഇത് ശ്രദ്ധിക്കാം. എസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്യും. എസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എവിടെ നിന്ന് വന്നു? കണക്ഷൻ C1 നിന്ന്. കണക്ഷൻ C1 യൂസ് ചെയ്തുകൊണ്ട് വി ഹാവ് ക്രിയേറ്റഡ് എ സ്റ്റേറ്റ്മെന്റ് യെസ്. ഇനി എസ് ഡോട്ട് എക്സിക്യൂട്ട് ക്വറി സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആ ക്വറിയെ നമ്മൾ എസിലേക്ക് കൊടുക്കും, സ്റ്റേറ്റ്മെന്റിലേക്ക് കൊടുക്കും. അത് റിസൾട്ട് സെറ്റ് ആറിലേക്ക് കാണിച്ചു. അപ്പൊ ഇപ്പൊ സ്റ്റുഡന്റില് റോൾ നമ്പർ, നെയിം, അങ്ങനെ കുറെ റോൾ നമ്പറും നെയിമും താഴോട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ റിസൾട്ട് സെറ്റിനെ മുഴുവൻ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവന്നു? ആറിലേക്ക് കൊണ്ടുവന്നു. പിന്നത്തെ ജാവ കോഡാണ്. വൈൽ ആർ ഡോട്ട് നെറ്റ് ആറിലോ ഇതുള്ളിടത്തോളം കാലം ഈ B1 B2 മോസ്റ്റ് പ്രോബബ്ലി അത് വല്ല ലിസ്റ്റോ കോംബോയോ ഒക്കെ ആയിരിക്കും. അതിലേക്ക് ഗെറ്റ് ഇൻ ടു 1 മിക്കവാറും ഇതിനകത്ത് റോൾ നമ്പർ നെയിമും ആയിരിക്കും. റോൾ നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് ലിസ്റ്റിലേക്കും വരും, B2 സെക്കൻഡ് ലിസ്റ്റിലേക്കും വരും. അപ്പൊ നിങ്ങൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡേറ്റാബേസിൽ നിന്ന് യു വിൽ ഗെറ്റ് ഓൾ ദ ഡേറ്റ ഇൻ ടു ദാറ്റ് എന്താ പറയട്ടെ 2 കോംബോ ബോക്സസ്. അതിന്റെ ബ്യൂട്ടി ഒന്നും നോക്കി, ആ കോംബോ ബോക്സസ് B1 B2 ആണ്. അതിലേക്ക് ആഡ് ഐറ്റം കൊടുത്ത് ചെയ്യും. നിങ്ങളെ പ്രോഗ്രാമിൽ നിന്ന് ചെയ്യുക ഒരു അബ്സ്ട്രാക്ഷൻ ആണ്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ പ്രോഗ്രാമിൽ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ആ ഡ്രൈവർ മാനേജർ ഉപയോഗിച്ച് കണക്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഈ കണക്ഷന്റെ ഒരു ഇത് വെച്ച് C1 എന്ന് പറയുന്നത് അതിലാണ് മുഴുവൻ പോയിന്റ് കിടക്കുന്നത്. ആ കണക്ഷന്റെ ഇത് വെച്ചിട്ട് ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ആ ക്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് വഴി സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറയുന്നു. സ്റ്റേറ്റ്മെന്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അവിടെ സ്റ്റേറ്റ്മെന്റിൽ ഒന്നുമില്ല. എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിലേക്ക് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് കൊടുക്കുന്നു. റിസൾട്ട് സെറ്റ് ആറിലേക്ക് കൊടുക്കുന്നു. പിന്നെ 6 വെച്ചിട്ട് ഇത് കൊണ്ടുപോകുന്നു. അവിടെ നോക്കിയേ, എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷൻ എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും കാരണവശാൽ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാച്ച് എക്സെപ്ഷൻ, ആ എക്സെപ്ഷനിൽ അത് വർക്ക് ആയിക്കോളും. മനസ്സിലായി? ഒരു പർട്ടിക്കുലർ ആ എക്സെപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ടെക്സ്റ്റ് ആണ്, ഇതൊരു ടെക്സ്റ്റ് ബോക്സ് ആണ്. ആ ടെക്സ്റ്റ് ബോക്സിലേക്ക് ആ എക്സിക്യൂഷന്റെ ആ എക്സെപ്ഷൻ എന്താണെന്ന് ഇതിനകത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. നിങ്ങൾ നോക്കുക. ഇനി ഇത് 3 ടയർ മോഡലാണ്. ഹിയർ യു ഇൻക്വയറീസ് കൊടുക്കുന്നു. ഇതാണ് JDBC API ആണ്. നമ്മൾ ജാവ SQL ഇത് യൂസ് ചെയ്യുന്നു. ഡ്രൈവർ മാനേജർ ഇറ്റ് ലോഡ്സ് ഡേറ്റാബേസ് സ്പെസിഫിക് ഡ്രൈവർ. SQL ആണ് SQL, Oracle ആണ് Oracle. Driver in an application to establish a connection with a database. It is used to make a database specific code to database to process user request. എന്നിട്ട് അത് താഴെ നോക്കുന്നു. ആർക്കിടെക്ചർ, JDBCയുടെ ആർക്കിടെക്ചർ, ഡ്രൈവർ മാനേജർ, ഡ്രൈവർ, കണക്ഷൻ, സ്റ്റേറ്റ്മെന്റ്. പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ്, കോളം സ്റ്റേറ്റ്മെന്റ് ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ല. കണക്ഷനും ഡ്രൈവറും ഡ്രൈവർ മാനേജറും സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തു. SQL ഡേറ്റ ആയിട്ടുണ്ട്, അതുപോലെ എല്ലാത്തിനും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമില് SQL ആണ് യൂസ് ചെയ്തത്. ഡ്രൈവർ മാനേജർ ഡോട്ട് രജിസ്റ്റർ ഡ്രൈവർ ന്യൂ കോം ഡോട്ട് MySQL ഡോട്ട് JDBC ഡ്രൈവർ കണക്ഷൻ എടുത്തു. കണക്ഷൻ എടുക്കുമ്പോൾ ഇതിനകത്തെ ആർഗ്യുമെന്റ്സ് ആണ്. 3 ആർഗ്യുമെന്റ്സ് ഉള്ള ഒരു മെത്തേഡാണ് ഈ ഗെറ്റ് കണക്ഷൻ. ഈ ഗെറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ഡ്രൈവർ മാനേജർ ഒരു ആക്ച്വലി ഇറ്റ് ഈസ് എ ക്ലാസ് നെയിം ഡോട്ട് ഗെറ്റ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഗെറ്റ് കണക്ഷൻ ഈസ് എ സ്റ്റാറ്റിക് മെത്തേഡ്, നോൺ സ്റ്റാറ്റിക് അല്ല.
ഇച്ചിരി അഡ്വാൻസ് ടോപ്പിക് പോട്ടെ. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഡേറ്റാബേസിന്റെ കണക്ഷൻ നടത്തുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ പിന്നെ നോട്ട്സും ആദ്യം നിങ്ങളുടെ ഡേറ്റാബേസിന്റെ നോട്ട്സ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത് ഒബ്ജക്ട് ക്ലാസസ് ടു ഡേറ്റാബേസ് ടേബിൾസ്. ഒബ്ജക്ട് ക്ലാസ്സുകളെ ഡേറ്റാബേസ് ടേബിൾ ആക്കി മാറ്റുക. എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മൾ കണ്ട എക്സാമ്പിൾസ് ഒക്കെ തന്നെയാണ് ഇത് കണ്ടത്. ഒബ്ജക്ട് മോഡൽ, നെയിം അഡ്രസ് സ്റ്റുഡന്റ് എന്ന് പറയുന്നു. ടേബിൾ മോഡൽ, ഇവിടെ ഒബ്ജക്ട് മോഡൽ ഫോർ 1 to many അസോസിയേഷൻ. സാധാരണ നമ്മുടെ പഴയ ഒബ്ജക്ട് മോഡൽ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഒബ്ജക്ട് മോഡല് 1 to many ഒബ്സർവേഷൻ. ഇത് ജനറലൈസേഷൻ ടേബിള്, ടെർണറി ടേബിൾ. പിന്നെ നിങ്ങളുടെ ആ ഫോമുകളെ പറ്റി പറയുന്നുണ്ട്, പെർസിസ്റ്റൻസിനെ പറ്റി പറയുന്നുണ്ട്. പെർസിസ്റ്റൻസ് നോർമൽ മാപ്പിംഗ് അസോസിയേഷൻ, ഇതെന്താ അസോസിയേഷൻ ആണ്. യൂണിവേഴ്സിറ്റി ടേബിള്, എംപ്ലോയി ടേബിള്. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ നല്ലും നോട്ടിനുള്ളും 1 to many അസോസിയേഷനിലെല്ലാം ഇത് പറയുന്നുണ്ട്. പിന്നെ ഇതിനെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ ടേബിള്, പോസ്റ്റ് ടേബിള്, സ്റ്റുഡന്റ് ടേബിള്, ടെർണറി ടേബിള്, ടേബിൾ മോഡൽ പറയുന്നുണ്ട്. ടെർണറി അസോസിയേഷൻ പറയുന്നുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് പറയുന്നുണ്ട്. ഒബ്ജക്ട് മോഡൽ ഫോർ ജനറലൈസേഷൻ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ മുകളില് എംപ്ലോയി ഐ ഡി, നെയിം, അഡ്രസ്, ഫോൺ നമ്പർ ഉണ്ട്. സാലറീഡ് എംപ്ലോയി, അതുപോലെ അവർലി എംപ്ലോയി, അതിന്റെ അവർലി റേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ഡേറ്റാബേസിൽ. പിന്നെ നമുക്ക് 3-tier ആർക്കിടെക്ചർ കൂടെ ഒന്ന് ഇതിനകത്തുണ്ടായിരുന്നു. നമുക്ക് എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് മോഡല്, ടേബിൾ മോഡല്, കൺസെപ്ച്വൽ ടേബിൾ മോഡല്, ഇന്റേണൽ സ്കീമ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഒരുവിധം ഉള്ളതെല്ലാം ഞാൻ അതിന്റെ ഇതിനകത്ത് എല്ലാം തന്നെ ഒരുവിധം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് തൊട്ട് മുമ്പ് നോക്കിയാണ് ഇത് കൊളാബറേഷൻ ഡയഗ്രാമിനെ നമ്മൾ എങ്ങനെ വരയ്ക്കും എന്നുള്ളത്. ഇതാണ് നമ്മൾ മുമ്പേ നോക്കി ആ ഫിഗറിൽ കണ്ട അതേ സാധനം തന്നെയാണ് ഈ കാണുന്നത്. ഇത് കുറച്ചുകൂടി നീറ്റായിട്ട് നിങ്ങളുടെ ഇതിൽ വരച്ചിട്ടുണ്ട്. അതായത്
നോക്കാം. ഈ പറയുന്ന ഈ ക്ലാസ്സുകളെല്ലാം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതിന്റെ കോഡ് വന്നിട്ടുണ്ട്. ഇംപ്ലിമെന്റിംഗ് സ്റ്റേറ്റ് ചാർട്ട്സ് ഉണ്ട്, സീരിയലൈസേഷൻ ഉണ്ട്, ഉണ്ട്, ജനറൽ DBMS കൺസെപ്റ്റ് ഉണ്ട്, അത് ഇങ്ങനെ എല്ലാ ടോപ്പിക്കുകളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ജനറലായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇതിനെ പറയാം. ഇതൊരു കൊളാബറേഷൻ ഡയഗ്രാമിൽ നിന്നാണ് നിങ്ങൾ ഇതിനെ ഇത് ചെയ്യുന്നത്. കൊളാബറേഷൻ ഡയഗ്രാമിൽ നിന്ന് ഓരോ എലമെന്റിനെ എടുത്തിട്ട് യു ഹാവ് ടു ഇംപ്ലിമെന്റ് ക്ലാസ്സസ്. അവിടെ ആദ്യം നിങ്ങൾ സ്റ്റേറ്റ് ഡയഗ്രാമിൽ നിന്ന് യു ഹാവ് ഐഡന്റിഫൈഡ് ക്ലാസ്സസ്. പിന്നെ ആ സ്റ്റേറ്റ് ഡയഗ്രാമിൽ നിന്നുള്ള ആ ക്ലാസ്സസിനെ നിങ്ങൾ പിന്നെ ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യും. ഇൻഹെറിറ്റൻസ് കൊണ്ടുവന്നു, അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സും അവിടെ കൊണ്ടുവന്നു. അതേ പ്രോസസ്സുകൾ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ ചെയ്യും. അപ്പം കൊളാബറേഷൻ ഡയഗ്രാം എടുക്കുന്നു, ക്ലാസ്സസിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, ത്രെഡിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. എക്സാക്ട്ലി സെയിം പ്രോസസ്. ഇനി ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഡേറ്റാബേസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഡേറ്റാബേസസിനെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഓരോ ഡേറ്റാബേസും ഓരോ ഒബ്ജക്റ്റാണ്. അപ്പം ഡേറ്റാബേസിന് ഒബ്ജക്റ്റ് ആണ്, പിന്നെ അതിന്റെ ഫീച്ചേഴ്സിനെ എല്ലാം നമ്മൾ ടേബിൾസ് ആണ്. അതുപോലെ തന്നെ ഡേറ്റാബേസ് നടക്കുന്ന ഓരോ ആക്ടിവിറ്റിയും നമ്മൾ എന്താക്കിയിരിക്കുന്നു, ഒരു ഫംഗ്ഷനാണ്. അപ്പൊ ഡേറ്റാബേസ് സ്റ്റുഡന്റ് എന്നൊരു ഡേറ്റാബേസ് ഉണ്ടെങ്കിൽ അതിലെ ഡേറ്റ എല്ലാം നമ്മൾ ടേബിൾ ആക്കുന്നു, അതിലെ മെത്തേഡ്സിനെ എല്ലാം ഇൻസെർട്ട്, ഡിലീറ്റ്, ഇങ്ങനത്തെ എല്ലാ മെത്തേഡ്സും ആയിട്ട് അത് ഉണ്ടാക്കും. അപ്പൊ ഈ ടേബിൾസിനെ നമ്മൾ ക്രിയേറ്റ് കമാൻഡ് കൊടുത്താണ് ടേബിൾസിനെ ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ഒരു ഡ്രൈവർ മാനേജർ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇത് വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ കണ്ട ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡ്രൈവർ മാനേജർ പറഞ്ഞ് C.get കണക്ഷൻ പറഞ്ഞിട്ട് കണക്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ടേബിളാണ്. ആ ടേബിളിലേക്ക് ഇൻസെർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് അത് ശ്രദ്ധിക്കണം. ഇവിടെ ഡ്രൈവർ മാനേജർ എന്ന് പറയുന്നത് ഈസ് ആൻ ഒബ്ജക്റ്റ്. ഡ്രൈവർ മാനേജർ ഒരു ക്ലാസ് ആണ്. അതുപോലെ തന്നെ കണക്ഷൻ, ഡ്രൈവർ മാനേജറിൽ നിന്ന് കണക്ഷൻ കൊടുക്കുന്നു, ഡ്രൈവർ മാനേജറിലേക്ക് ഇത് കൊടുക്കുന്ന ആർഗ്യുമെന്റ്സ് കൊടുക്കുന്നു, ഡ്രൈവർ മാനേജർ ക്ലാസ് ആണ്. പക്ഷെ അത് ഇൻസേർട്ട് ചെയ്യുന്ന ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ ടേബിള് ഇതാക്കിയിട്ടില്ല. അതൊരു കൺസെപ്ച്വൽ ലെവലിൽ മാത്രമാണ് ടേബിളിനെ നമ്മൾ സബ് ടേബിളുകളും ആക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ ലെവലിൽ വരുമ്പോൾ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ പുതിയ അഡ്വാൻസ്ഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ലെവലിൽ മാത്രമല്ല ആക്ച്വൽ ലെവലിലും എന്താ പറയണ്ടേ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ആക്ച്വൽ ഇതിലും വരുന്നത്. അപ്പം നമ്മളിപ്പം അതിന്റെ ഒരു മൊത്തം നോക്കി. ഇനിയിപ്പം നമുക്ക് ആ കഴിഞ്ഞ ക്ലാസ്സിലെ എന്താ പറയണ്ടേ സ്റ്റാൻഡേർഡ് ഡയഗ്രാം ആ സംഗതി നോക്കുമ്പോൾ ഒന്നുകൂടെ ക്ലാസിന്റെ ഇംപ്ലിമെന്റേഷൻ പറ്റി ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. അതിലേക്ക് അതായത് ഇങ്ങനത്തെ സ്റ്റേറ്റുകളായിട്ട് നിങ്ങൾ കൊളാബറേഷൻ ഡയഗ്രാമിൽ നിന്നും ഇങ്ങനത്തെ സ്റ്റേറ്റുകളായിട്ട് കൊളാബറേഷൻ ഡയഗ്രാമിൽ നിന്നും കിട്ടും. ഇതുപോലത്തെ സ്റ്റേറ്റുകളായിട്ട് സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാമായിട്ട് പറ്റുന്നില്ല എങ്കിൽ യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ടു സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം. ഇങ്ങനെ ഈ രീതിയിൽ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം ആയിട്ട് കിട്ടും. എന്നിട്ട് ആ ഡയഗ്രാം വരയ്ക്കുമ്പം ഒന്നുകിൽ നിങ്ങൾ കൊളാബറേഷൻ ഡയഗ്രാമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ് ഡയഗ്രാം അങ്ങ് വരയ്ക്കുക. വരച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ്. സോഴ്സ്, ഈവന്റ്, കണ്ടീഷന്, ആക്ഷന്, ഫൈനൽ സ്റ്റേറ്റ്, ഈ പറയുന്ന സ്റ്റേറ്റുകളെല്ലാം കാണിച്ചുകൊണ്ട് യു ക്യാൻ ക്രിയേറ്റ്. പിന്നെ കൺട്രോൾ, അത് ട്രാൻസിഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്, അത് വേണം. പിന്നെ STDയെ കോഡിലേക്ക് മാറ്റണം. മെയിൻ പാത്തും ഇതും നോക്കണം. ബിഹേവിയർ മോഡൽ വരുന്നു. കൺട്രോൾ ആസ് എ ഇവിടെ
ത്രെഡിന്റെ യൂസ് വേണ്ടി വരും, ത്രെഡ് യൂസ് ചെയ്യേണ്ടി വരും. ATM മെഷീൻ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ATM മെഷീൻ കണ്ടു കഴിഞ്ഞാൽ യു ഹാവ് ടു ഐഡന്റിഫൈ വിച്ച് ആർ ദ ക്ലാസ്സസ്, ഏതൊക്കെയാണ് അതിന്റെ മെത്തേഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യണം. കാർഡ് ഇൻസെർട്ട്, എൻ്റർ പിന്ന്, സെലക്ട് ഓപ്ഷന്, ഈ പറഞ്ഞ റീഡ് പിന്ന്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിനകത്ത് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് എൻഹാൻസ് ഇൻഹെറിറ്റൻസ്. എൻഹാൻസ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസ് ക്ലാസ്സസ് ആൻഡ് ദെയർ ഓപ്പറേഷൻസ്. Extract shared behavior from cluster of classes. Implement delegation to distribute delegation tasks. അതെന്ന് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇംപ്ലിമെന്റ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇൻഹെറിറ്റൻസ് അവിടെ വർക്ക് ആകുന്നില്ല എന്ന് വിചാരിക്കുക. ഇൻഹെറിറ്റൻസ് അവിടെ വർക്ക് ആകുന്നില്ല എങ്കിൽ യു ഹാവ് ടു യൂസ് ഡെലിഗേഷൻ. ഒരു ഡെലിഗേഷൻ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് ഡെലിഗേഷൻ യൂസ് ചെയ്യേണ്ടി വരും. അവിടെ ഇൻഹെറിറ്റൻസ് വർക്ക് ആകുന്നില്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻ ഇതിനകത്ത് കാണിക്കും. Inheritance can be increased by some operations may have optional arguments. Operations അതൊക്കെ നിൽക്കട്ടെ. ഇൻകൺസിസ്റ്റന്റ് നെയിമിങ്, അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അബ്സ്ട്രാക്ട് ക്ലാസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ പോളിമോർഫിസവും യൂസ് ചെയ്യാം. പോളിമോർഫിസം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം നെയിം ആകാം ബട്ട് ഡിഫറെന്റ് ആർഗ്യുമെന്റ്സ്. കമ്പൈലർ സെയിം നെയിം. ഇൻകൺസിസ്റ്റന്റ് നെയിമിംഗ് സ്ട്രാറ്റജി ക്യാൻ ബി അവോയ്ഡഡ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ട് പല പേര് കൊടുക്കണം. യു ക്യാൻ ഗീവ് ദ സെയിം നെയിം ഇൻപുട്ട്. അപ്പൊ ആ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന സെയിം നെയിം കൊടുക്കുമ്പോൾ എങ്ങനെ ഇത് ഐഡന്റിഫൈ ചെയ്യും? ബൈ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് അല്ലേ? അതാണ് പറയുന്നത്. അതായത് ഇൻകൺസിസ്റ്റൻസി, അതായത് ഇതെല്ലാം ഓപ്സിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യണമെന്നാണ് ഈ പറയുന്നത്. അപ്പൊ ഇൻകൺസിസ്റ്റൻസി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ പറഞ്ഞാൽ വോയിഡ് ഇൻപുട്ട് എന്നൊരു മെത്തേഡും പിന്നെ വേറൊരു ഇവിടുത്തെ ഇപ്പം ഒരു എന്താ പറയണ്ടേ സ്റ്റുഡന്റിന്റെ മാർക്ക് ഇൻപുട്ട് ചെയ്യും. അപ്പൊ റോൾ നമ്പറും എന്താ പറയണ്ടേ റോൾ നമ്പറും മാർക്ക് 1ഉം മാർക്ക് 2ഉം മാർക്ക് 3യും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും അതിന്റെ ഡിക്ലറേഷൻ. മറ്റടുത്ത് വോയിഡ് ഇൻപുട്ട് ഒരു സപ്പോസ് യു ആർ ഗോയിങ് ടു ഇൻപുട്ട് വാല്യൂസ് ഫോർ ആൻ എംപ്ലോയി, എഗെയിൻ ആൻ ഇൻപുട്ട് ഫംഗ്ഷൻ. അവിടെ പക്ഷെ എന്തായിരിക്കും ഇതിന്റെ ഒരു പക്ഷെങ്കിൽ ബേസിക് പേ ആണ് കൊടുക്കുന്നത്, അത് ഡബിൾ ആയിരിക്കും. അതെ, യു ക്യാൻ ഗീവ് ദിസ് മെത്തേഡ്. അപ്പം കമ്പൈലർ വിൽ ഐഡന്റിഫൈ വിച്ച് ഇൻപുട്ട് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ്. എല്ലാം ഇന്റ് ആണെങ്കിൽ അത് മനസ്സിലാക്കും ഏത് ഇൻപുട്ട് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കും. ദാറ്റ് ഈസ് ദി ഇൻപുട്ട് ഓഫ് എന്താ പറയണ്ടേ 4 ഇൻപുട്ട് ആണെങ്കിൽ അത് സ്റ്റുഡന്റിന്റെ മാർക്ക് ആണെന്ന് മനസ്സിലാവും. അതിലെ കറസ്പോണ്ടിങ് കോഡ് അത്. നേരെ മറിച്ച് ഒരു ഇൻറ്റു ഒരു ഡബിളും ആണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യും. ദാറ്റ് ഈസ് എംപ്ലോയി ഡേറ്റ എന്ന് ഐഡന്റിഫൈ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻകൺസിസ്റ്റന്റ് നെയിമിംഗ് സ്ട്രാറ്റജി ക്യാൻ ബി അവോയ്ഡഡ്. ഇത് അവോയ്ഡ് ചെയ്യുന്നതിന്റെ ആ യൂസ് ചെയ്യുന്ന ആ മെത്തേഡാണ് പോളിമോർഫിസം എന്ന് പറയും. ഈ പോളിമോർഫിസം യൂസ് ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത്. അബ്സ്ട്രാക്ട് കോമൺ ബിഹേവിയർ. അബ്സ്ട്രാക്ട് കോമൺ ബിഹേവിയർ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് പല ക്ലാസ്സുകളുണ്ടെങ്കിൽ അതിൽ അബ്സ്ട്രാക്ട് ക്ലാസ് ഏതാണ്? യു ഹാവ് ടു ഐഡന്റിഫൈ വിച്ച് ക്ലാസ് ഈസ് അബ്സ്ട്രാക്ട്. അപ്പൊ അതെങ്ങനെ ആയിരിക്കും? ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ക്ലാസ് സ്റ്റേറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ്. അവിടെ എല്ലാ മെത്തേഡ്സും ഓൾ മെത്തേഡ്സ് ആർ ഡിക്ലെയർഡ് നോട്ട് ഡിഫൈൻഡ്. അപ്പം അബ്സ്ട്രാക്ട് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഇത് തന്നെയാണ് ഇനി കൊളാബറേഷൻ കഴിഞ്ഞ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴും ഇത് തന്നെയാണ്. ഇതേ മെത്തേഡ്. അതാ ഞാൻ ഇതൊന്നുകൂടെ കാണിക്കുന്നത്. അതായത്
ഷേപ്പ് എന്ന് പറഞ്ഞു, അതിനകത്ത് ഗെറ്റ് ഏരിയ കൊടുത്തു, കൊടുത്തു. 2 സബ് ക്ലാസ്സസ് ഉണ്ട്. ഇവിടെയും ഗെറ്റ് ഏരിയ ആയതുകൊണ്ട് ഗെറ്റ് ഏരിയ ഉണ്ട്. നോക്കുക, ഇവിടെ ദർ ഇസ് നോ ഇംപ്ലിമെന്റേഷൻ, അവിടെ ഒൺലി ഡിക്ലറേഷൻ മാത്രമേ അവിടെ ഉള്ളൂ. ഇവിടെ ദർ ഇസ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് കൺസെപ്റ്റ് ഇവിടെ ലിങ്ക്ഡ് ലിസ്റ്റും സ്റ്റാക്കും, എന്നിട്ട് സ്റ്റാക്കിനെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ സബ് ക്ലാസ് ആക്കാൻ നോക്കുക. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ലിങ്ക്ഡ് ലിസ്റ്റിന് ഇൻസേർട്ട് ഡിലീറ്റ് എന്ന് 2 മെത്തേഡാണ് ഉള്ളതെന്നും സ്റ്റാക്കിന് പുഷും പോക്കുവാണുള്ളതെന്നും വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റാക്കില് ദർ ഇസ് നോ മീനിങ് ഫോർ ഇൻസേർട്ട് ആൻഡ് ഡിലീറ്റ്. പക്ഷെ എന്ത് വേണ്ടി വരും? സിൻസ് യു ആർ ഇൻഹെറിറ്റിംഗ് ഫ്രം ലിങ്ക്ഡ് ലിസ്റ്റ്, യു ഹാവ് ടു അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ആൻഡ് ക്ലോസ് ദാറ്റ് മെത്തേഡ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും ഡെലിഗേഷൻ ആണ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഡെലിഗേഷൻ ഈസ് ആക്ച്വലി എ റെഫറൻസ്. ഒരു റെഫറൻസ് വഴി ഒരു ക്ലാസ്സിൽ നിന്നും വേറെ ക്ലാസ്സിലേക്ക് ഇത് ചെയ്യുന്നതിനെയാണ് ഡെലിഗേഷൻ. ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, ഇവിടെ നെയിം, അഡ്രസ്, ആഡ് സ്റ്റുഡന്റ് ഉണ്ട്, ഇവിടെ ഇതിനെ സബ് ക്ലാസ് ആയിട്ട് പറയും കോളേജ്. പക്ഷേ സ്റ്റുഡന്റും കോഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. ഇവിടെ സബ് ക്ലാസ് അല്ല, അസോസിയേഷൻ. ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ സബ് ക്ലാസ് ആയിട്ട് കോഴ്സിനെ പറയും സബ് ക്ലാസ്. ഫാക്കൽറ്റി ഇതുമായിട്ട് എന്താണ് വന്നിരിക്കുന്നത്? ആക്ച്വലി ദിസ് ഈസ് ഡെലിഗേഷൻ. കാരണം ഇതിന്റെയും ഇൻഹെറിറ്റൻസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങളുടെ ബുക്കിൽ ഇതുണ്ട്. അതായത് ആദ്യ കോളേജ് പറഞ്ഞു, അതിന്റെ സബ് ക്ലാസ് ആയിട്ട് സ്റ്റുഡന്റ് പറഞ്ഞു. അവിടെ കുഴപ്പമില്ല, നെയിമും എൻറോൾ നമ്പറും കൊടുത്തു. നെയിം ഉണ്ട് അവിടെ, അപ്പൊ നെയിം ഇവിടെ കൊടുക്കണ്ട. എൻറോൾ നമ്പർ നിങ്ങൾക്ക് പുതുതായിട്ട് കൊടുത്തു. പിന്നെ ഇവിടെ തന്നെ ഉണ്ട് ആഡ് സ്റ്റുഡന്റിന്റെ അല്ല, ഇവിടെയാണ് ആഡ് ഡിപ്പാർട്ട്മെന്റും. നിങ്ങൾ നെയിമും എൻറോൾമെന്റും മാത്രം ഇവിടെ കൊടുക്കുക. ആ നെയിമും എൻറോൾമെന്റും നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. ദെൻ ദർ ഇസ് ആൻ അസോസിയേഷൻ, സ്റ്റുഡന്റും കോഴ്സും തമ്മിലൊരു അസോസിയേഷൻ. ഇവിടെ ഡിപ്പാർട്ട്മെന്റിന്റെ നെയിമും ഫാക്കൽറ്റിയുണ്ട്, നെയിമും ക്വാളിഫിക്കേഷനും ഡെലിഗേറ്റ്. ഇവിടെ ഇപ്പൊ നിങ്ങളുടെ ഈ പറഞ്ഞ കൊളാബറേഷൻ കഴിയുമ്പോഴും അവിടെ ദീസ് കൈൻഡ്സ് ഓഫ് ഇതുണ്ട്, കണക്ഷൻ ഉണ്ട്, അസോസിയേഷൻ ഉണ്ട്, അഗ്രിഗേഷൻ ഉണ്ട്, കോമ്പോസിഷൻ. അസോസിയേഷൻ ഈസ് ആക്ച്വലി റിലേഷൻഷിപ്പ്. അതിന്റെ ഒരു എക്സാമ്പിൾ പറയാണ്, ഈസ് ബിറ്റ്വീൻ സ്റ്റുഡന്റ്, ടീച്ചർ, ഒബ്ജക്റ്റ്. ഇവിടെ അഗ്രിഗേഷൻ എന്ന് പറയുന്ന ഒരു വീക്ക് കണക്ഷൻ. കോമ്പോസിഷൻ പവർഫുൾ കണക്ഷൻ ആണ്. ഫയൽ ആൻഡ് ഫോൾഡർ. സപ്പോസ് എ ഫോൾഡർ is deleted, then file will automatically delete. യൂണിഡയറക്ഷൻ, അത് നിങ്ങളുടെ കൊളാബറേഷൻ കഴിഞ്ഞ് വരുന്ന ഇതിനകത്തും ഈ യൂണിഡയറക്ഷനിൽ ഓപ്ഷണൽ ക്ലാസ്സസ് വരും. ഇവിടെ കസ്റ്റമറുമായിട്ട് കറണ്ട് അക്കൗണ്ടിന് വേണേൽ ഒന്നാകാം, പലതാകാം, അല്ല ഒന്നാകാം, അല്ല വേണമെങ്കിൽ ഒന്നും ഇല്ലാതാകാം, അല്ലെ ഒന്നും ഇല്ലാതാകാം, അല്ലെങ്കിൽ ഒന്നും. അത് ഓപ്ഷണൽ യൂണിഡയറക്ഷൻ. പിന്നെ 1-to-1 അസോസിയേഷൻ. ഇവിടെ എത്ര 0 മുതൽ വേണേ ഒന്നും ആകാതിരിക്കാം. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, അവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ ഒക്കെ എനിക്ക് പറയാൻ എളുപ്പമാണ്. ആക്ച്വലി ഇഫ് യു ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ് ദിസ്, യു ഹാവ് ടു ഗിവ് ദ റെഫറൻസ്. അപ്പൊ ഇവിടെ റെഫറൻസ് കൊടുക്കുമ്പോൾ യൂണിഡയറക്ഷൻ നിങ്ങൾ റെഫറൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 0 ആകാം, 1 ആകാം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു റെഫറൻസ് ഇല്ലെങ്കിലും അവിടെ എറർ കാണിക്കില്ല, അല്ലേ? അവിടെ എറർ കാണിക്കില്ല. പക്ഷേ 1 to many, അതായത് ഇവിടെ 0 അവിടെയും കുഴപ്പമൊന്നുമില്ല. പക്ഷേ many to many, അപ്പൊ ഇവിടെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഇതെങ്കിലും വേണ്ടി വരും. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസ് നൾ കാണിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ആണ്. അപ്പൊ നോട്ട് നള്ള് അവിടെ ഇട്ട് കൊടുത്തോ, നൾ എക്സെപ്ഷൻ ത്രോ ചെയ്യോ വേണ്ടി. ഓർഡർ മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ഒരു ഇത് കാണിച്ചിരിക്കുക. കസ്റ്റമർ ഉണ്ട്, ഓർഡർ 1, ഓർഡർ 2, ഓർഡർ 3, അതിന്റെ പിന്നെ പ്രയോറിറ്റി പറയുക. ഇതാണ് എക്സ്പ്ലിസിറ്റ് റെപ്രസെന്റേഷൻ ഓഫ് സെയിം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് റെപ്രസെന്റേഷൻ ഓഫ് സെയിം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് ഹിയർ യു സീ ദർ ഇസ് ലൈൻ. അപ്പൊ ഈ ലൈൻ എന്ന് പറയുന്ന ഇതുണ്ട്. ഈ ലൈൻ എന്ന് പറയുന്നതിനകത്താണ് ഈ പ്ലോട്ട് A1, B1, A2, B2 എന്ന് പറയുന്നതിനകത്ത് പ്ലോട്ട് ഉണ്ട്. ഈ ലൈനിൽ ഇതൊരു മോസ്റ്റ് പ്രോബബ്ലി ഇതിന്റെ എൻഡ് പോയിന്റ്സ് ആയിരിക്കും.
ഇതൊരു എൻ പോയിന്റ്, ഇതൊരു എൻ പോയിന്റ്. ഇത് എൻ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്ലാസ് ഇവിടെ വന്നു, ആ പോയിന്റ് ആണ് എ ഫ്ലോട്ട് ബി ഫ്ലോട്ട് പറഞ്ഞിട്ട് ഇവിടെ ഈ കണക്ഷൻ. എംബഡഡ് ആൻഡ് എക്സ്പ്ലിസിറ്റ് റെപ്രസെന്റേഷൻ ഓഫ് സെയിം ഒബ്ജക്ട്. ഇവിടെ ആട്രിബ്യൂട്ട് ആസ് അത് മുമ്പേ പറഞ്ഞ തന്നെ ഓർ എ ന്യൂ ക്ലാസ്. ഇവിടെ ഈ എന്ന് പറയുന്ന ഇൻഡിജർ ഉണ്ട്, എംപ്ലോയിയിൽ വന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, മറ്റൊരു ക്ലാസ് ആക്കി. ജനറലൈസേഷൻ വേഴ്സസ് സ്പെഷ്യലൈസേഷൻ. അപ്പൊ ജനറലൈസേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി സ്പെഷ്യലൈസേഷൻ നമ്മൾ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യും, ജനറലൈസേഷൻ്റെ അത് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഇൻഹെറിറ്റൻസ് നോട്ട് യൂസ്ഡ് ഇൻ ജനറലൈസേഷൻ, മറ്റേ ഇത് ഇങ്ങനെ പറയും. നമ്മൾ ഒരു എല്ലാ ടോപ്പിക്കും ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന രീതിയിൽ നമുക്ക് ക്ലാസ്സസും ഒബ്ജക്റ്റും എന്ന് പറയുന്നതിനെ പറ്റി ഒരു ഐഡിയയും കൂടെ തന്നിട്ട് ഞാൻ ഇതാണ് ഈ ഫീച്ചേഴ്സ് എല്ലാം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇതാണ് ക്ലാസ് എന്താണെന്നൊക്കെ അവസാനം കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പം ഞാൻ നിങ്ങളോട് അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം പറയുകയാണ്. ദിസ് വൺ ഈസ് പാക്കേജ്. അഗെയിൻ ദിസ് വൺ ഈസ് പാക്കേജ്. ആക്ച്വലി പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇസ് എ കളക്ഷൻ ഓഫ് ക്ലാസസ്, ഇസ് എ മൊഡ്യൂൾ. ഈ ക്ലാസസിനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. You can create your own package or you can use built-in package. Then object-oriented feature ഏറ്റവും വലിയൊരു ഫീച്ചർ ആണ് inheritance. That inheritance we have from extends after. This one is coming from this package and your class is inherited from this one. അപ്പം ഇതുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നർ നിങ്ങൾക്ക് വരയ്ക്കാം. പെയിന്റ് ഈസ് എ മെത്തേഡ് ഓഫ് ആർട്ട്. ആപ്ലറ്റ് ലൈഫ് സൈക്കിൾ പറയുന്നുണ്ട്. എല്ലാ മെത്തേഡും പറയും. ഇവിടെ ഒരു സാധാരണ നോട്ട് ആൻ ആപ്ലറ്റ് ബട്ട് ആക്ച്വലി എ കൺസോൾ ആപ്ലിക്കേഷൻ. നിങ്ങൾ കൺസോളിൽ യു ആർ നോട്ട് ഗോയിങ് ടു മേക്ക് സോ മെനി പ്രോജക്ട്സ്. ഇവിടെ java.io എന്ന് പറയുന്ന പാക്കേജ് യൂസ് ചെയ്തു, ദെൻ ക്ലാസ് ഡിക്ലെയർ ചെയ്തു. ഇത് മെത്തേഡ്സ് ആണ്. ഇതാണ് ദിസ് ഇസ് എ ബിൽറ്റ് ഇൻ എക്സെപ്ഷൻ, IO എക്സെപ്ഷൻ. ഈ IO എക്സെപ്ഷൻ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യുന്നത് ഇൻഡിജറിന് പകരം ഫ്ലോട്ട് ഇൻപുട്ട് ചെയ്തു അല്ലെങ്കിൽ ഡബിൾ ഇൻപുട്ട് ചെയ്തു. ഇൻ ഓൾ ദോസ് കേസസ് ദ പ്രോഗ്രാം വിൽ ത്രോ യു അപ്രോപ്രിയേറ്റ് മെസ്സേജ്. ഈ എക്സെപ്ഷൻ നിങ്ങൾക്ക് ആ ക്ലാസ് ഡയഗ്രാം വരുന്ന സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഡയഗ്രാം കഴിഞ്ഞ് ക്ലാസ് ഇംപ്ലിമെന്റേഷൻ തുടങ്ങുമ്പോഴാണ് ഈ എക്സെപ്ഷൻ വരുന്നത്. അല്ലെങ്കിൽ കൊളാബറേഷൻ ഡയഗ്രാം കഴിഞ്ഞിട്ട് ക്ലാസ് ചെയ്യും. ആ സമയത്തൊക്കെയും എക്സെപ്ഷനും ത്രെഡും എല്ലാം ഐഡന്റിഫൈ ചെയ്യും. ഇത് പോളിമോർഫിസം. ഇതാണ് ഞാൻ പറഞ്ഞ മെത്തേഡ് ഓവർലോഡിങ്. ഇപ്പൊ മുമ്പേ പറഞ്ഞ നെയിമിംഗ് കൺവെൻഷനെ പറ്റിയുള്ള ഐഡിയ ഇവിടെ നിന്നാണ് വരുന്നത്. അതായത് ഇൻകൺസിസ്റ്റന്റ് നെയിമിംഗ് അവോയ്ഡ് ചെയ്യാമെന്ന് പറഞ്ഞത്.
അവിടെ യൂസ് ചെയ്യുന്ന ഫീച്ചർ ഈസ് ദിസ് പോളിമോർഫിസം. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഫോർ എവരി ക്ലാസ് ദർ ഇസ് എ കൺസ്ട്രക്ടർ. സാധാരണ രീതിയിലുള്ള ഇൻപുട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇതെല്ലാം ഇൻഹെറിറ്റൻസും ഒക്കെ വരുന്ന കാര്യങ്ങളാണ്. എഗെയിൻ ഇൻഹെറിറ്റൻസ് ഒക്കെ അവിടെ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്. ഇതാണ് നമ്മൾ ഇച്ചിരി മുമ്പേ കണ്ട ഒരു ഇത് കണ്ടല്ലോ. ഇതാണ് ഇന്റർഫേസ്. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ എ കളക്ഷൻ ഓഫ് named operations. That operations are not implemented in those interfaces. You have to implement it in your class. ഇവിടെ കണ്ട ഇവിടെ ഈ മെത്തേഡ് ജസ്റ്റ് ഡിക്ലെയർ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ട് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. ഇവിടെ അതായത് പൊതുവെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസിന്റെ കാര്യത്തിൽ ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് വളരെ കെയർഫുൾ ആണ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് വരുമ്പോൾ ഇറ്റ് ഇസ് എ സെക്യൂരിറ്റി. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ പറ്റും when you use interface. Interface is a set, each interface has a set of named operations with a declaration only. But you can use more than any number of interfaces in your class. അപ്പൊ അത് this is a way of indirect ഇതാണ് ഞാൻ പറഞ്ഞ പാക്കേജ്. പാക്കേജ് എന്ന് പറയുന്നത് നമ്മൾ മൈ പാക്കേജ് എന്ന് പറയുന്നു. ആ പാക്കേജിനകത്ത് കുറെ ക്ലാസ്സസ് നമ്മളിവിടെ ഇത് ചെയ്യുന്നു. ഈ ക്ലാസ്സസ് ചെയ്യുന്നു. ഇത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എക്സെപ്ഷൻ എന്ത് ചെയ്യുന്നു, ആക്ച്വലി എക്സെപ്ഷൻ എന്താണ്, ഓരോരോ ഫംഗ്ഷൻ ഇവിടെ നോക്കുക. ഓരോരോ ഫംഗ്ഷൻ അതിൻ്റെതായ എക്സെപ്ഷൻ ത്രോ ചെയ്തുകൊണ്ടിരിക്കുക. if u less than 1000 throw new Newton exception. ഇവിടെ നമ്മൾ നമ്മുടെ കസ്റ്റം എക്സെപ്ഷൻ ആണ്, നോട്ട് എ ബിൽറ്റ് ഇൻ എക്സെപ്ഷൻ. ഒരു കസ്റ്റം എക്സെപ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ത്രെഡിന്റെ കൺസെപ്റ്റ്. ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ, അവിടെ ത്രെഡ് പറയുന്നു, ത്രെഡിനിടയ്ക്ക് നമ്മൾ ഇന്ററപ്റ്റഡ് എക്സെപ്ഷന്റെ കൊടുക്കുന്നു. അങ്ങനെ പാസിംഗ് ഇപ്പൊ ഇതിനകത്ത് പാസിംഗ് ആൻഡ് റിട്ടേണിംഗ് വെച്ചിട്ടൊന്നും നമ്മുടെ കേസിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആപ്ലെറ്റിന്റെ ഇവിടാണ് ഈവന്റിന്റെ മെത്തേഡ്. ഈവന്റ് മെത്തേഡ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആക്ഷൻ പെർഫോംഡ് പറഞ്ഞല്ലോ, മോഡൽ കൺട്രോള്, ഇങ്ങനത്തെ കാര്യത്തിൽ ഈവന്റ് ഒക്കെ. അപ്പൊ ഇത് ആഡ് മൗസ് ലിസണർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, കീബോർഡ് ഈവന്റ്, ഇങ്ങനത്തെ ഈവന്റ്സ് എല്ലാം ഇവിടാണ് വരുന്നത്. അപ്പം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇതിനകത്ത് എല്ലാം നമ്മുടെ ക്ലാസ്സും നമ്മുടെ ഡേറ്റാബേസും ഇങ്ങനത്തെ സകല കാര്യങ്ങളും ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഈ ഒബ്ജക്റ്റ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഒബ്ജക്റ്റ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, മെസ്സേജ് ഉണ്ട്, ഈവന്റ് ഉണ്ട്, അസോസിയേഷൻ ഉണ്ട്, നെറ്റ്വർക്ക് പോലും ഒരു ക്ലാസ് ആണ്, ഡേറ്റാബേസ് മറ്റൊരു ക്ലാസ് ആണ്. ഡേറ്റാബേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഡേറ്റാബേസിൽ മെത്തേഡ്സ് ഉണ്ട്, പിന്നെ ഡേറ്റാബേസ് ഉപയോഗിച്ച് പിന്നെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഡ്രൈവർ മാനേജർ പോലത്തെ ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് നമ്മുടെ ഡേറ്റാബേസ് കണക്ഷൻ പോലും നടക്കുന്നത്. അപ്പം എവറിത്തിങ് ഈസ് ക്ലാസ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ആയിട്ട് ഓക്കെ.